ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 86 നമ്മളിങ്ങനെ വായിക്കുന്നു. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല, നിൻ്റെ പ്രവൃത്തിക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. യഹോവേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും. നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവ് ദേവന്മാരിൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന് തുല്യനായി ആരുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ പ്രവൃത്തികൾ തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. കർത്താവ്, ഹല്ലേലൂയ, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിലും ശക്തിമാനുമാകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. എന്ത് വിഷയത്തിൽ ഭാരപ്പെട്ടാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്, ആ വിഷയത്തെ നമുക്ക് നോക്കി പറയാം, കർത്താവ് ഈ വിഷയത്തിൽ അത്ഭുതം ചെയ്യും. കർത്താവ് അത്ഭുത മന്ത്രിയ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് വലിയവനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ആ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. വഴികാട്ടിയായി എന്നെ നയിക്കണം, നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയായി എന്നെ നയിക്കണം. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തിയിടണമേ. നിർത്തണം. ആരാധന അങ്ങേക്ക് മാത്രം. യേശുവേ, അങ്ങേക്കാരാധന, ആരാധന. വർഷത്തിലോ Oh yes Lord, യേശുവേ, അങ്ങേക്കാരാധന, ആരാധന, യേശുവേ, അങ്ങേക്കാരാധന. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെയാരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. വലിയവൻ, അവിടുന്ന് വലിയവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെയാരുമില്ല, സ്തുതിച്ചു പാടിടും മഹിമ നിറഞ്ഞ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ നിറഞ്ഞ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. ചെയ്യുന്നവൻ അങ്ങെപ്പോലെയാരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, ഇല്ല, അങ്ങെപ്പോലെ
വലിയവൻ പോലെ ആരുമില്ല, അങ്ങേപ്പോലെ ആരുമില്ല. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങേപ്പോലെ ആരുമില്ല. വിശ്വാസത്തോടെ യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല. ആ നാമത്തെ ആരുമില്ല, ഇനി ഉണ്ടാകത്തുമില്ല, ഉണ്ടായിട്ടില്ല. Miracles so great, there is no one else like you. There is no one else like you, for you are great. You do miracles so great, there is no one else like you. There is no one else like you. You deserve the glory, You deserve the glory and the and the honor. honor. Lord, I You lift my hands in worship as I lift the your holy name. You deserve the glory. You deserve the glory. മറ്റാർക്കും മഹത്വം കൊടുക്കാൻ കഴിയുകയില്ല. And the honor. Lord, I lift my hands in worship as I lift your holy name. You are great. You do miracles so great. There is no one else like you. There is no one else like you. For You are great. You do miracles so great. There is no one else like you. Worship Him. There is no one else like you. നമുക്കതേക്ക് നോക്കാം. നീ വലിയവൻ, എന്റെ പ്രശ്നത്തെക്കാളും എന്റെ വിഷയത്തെക്കാളും ആകാശത്തെക്കാളും ഉയർന്നവൻ, സ്വർഗാദി സർവത്തോളം കടന്നുപോയവൻ, പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായവൻ, പവിത്രൻ, നിർദോഷൻ, പ്രിയവൻ, പാപികളിൽ നിന്ന് വേർപെട്ടവൻ, ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. ഹൃദയത്തിലാണ് നീ വലിയവൻ, നീ മാത്രമേ, നീ മാത്രമേ എൻ്റെ ആത്മസഖി. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ എൻ ആത്മസഖി. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ. മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ആത്മസഖി. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ എൻ്റെ ആത്മസഖി. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ,
യേശുവാരിലും വലിയവൻ യേശു 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 ആരിലും മതിക്കുന്നവൻ സിയോൻ യാത്രയതൻ മോക്ഷമാർഗമാല വിശ്വാസത്തോടെ സിയോൻ യേശു വിടണ്ട. യേശു കൈവിടുന്നില്ല. യേശു കൈവിടുന്നില്ല. ആ സ്നേഹത്തിന്റെ കൊടി അവൻ എന്റെ തലയ്ക്ക് മീതെ പിടിച്ചത് സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. ആ സ്നേഹക്കൊടിക്കീഴിൽ എനിക്ക് സുരക്ഷിതമുണ്ട്. എന്റെ ഭാവിയെ പറ്റി ദൈവത്തിന്റെ നല്ല പദ്ധതികൾക്കായി യേശുവാരിലും മതിയായവൻ യേശു യേശുവാരിലും എൻ്റെ ഹൃദയ സ്പന്ദനങ്ങളെ പോലും അറിയാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുത്ത ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. സ്വന്തം ചുടുചോരെ ഊറ്റിക്കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. അവൻ അത്രയധികം എന്നെ സ്നേഹിച്ചു എന്ന് തിരിച്ചറിയുന്നവർ ആ സ്നേഹത്തിനായി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. എൻ്റെ ദൈവത്തിന് എന്നെ പറ്റി വിചാരമില്ല എന്ന് ചിന്തിച്ചു വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസമാണ്. കർത്താവിന് എന്നെ പറ്റി വിചാരമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഭാവിയെപ്പറ്റി വിചാരമുണ്ട്. എൻ്റെ കുടുംബത്തെപ്പറ്റി ദൈവത്തിന് വിചാരമുണ്ട്. ഹല്ലേലൂയ. അതിനെ സൂക്ഷിപ്പാൻ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. അവിടുത്തെ വിചാരങ്ങൾ എന്നെ പറ്റിയുള്ള വിചാരങ്ങൾ എണ്ണിയാൽ കടലിലെ മണൽത്തരികൾ പോലെയെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഇന്ന് വിശ്വാസത വേണം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യയുള്ളതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കൊടുത്ത് കൂടെയുള്ളതിനായി സ്തോത്രം. ഭാവിയെ പറ്റിയുള്ള ആശങ്കകളുമായി കടന്നു വന്നവരുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത വേണം. കർത്താവേ, അത് കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കാൻ കർത്താവ് അതിൻ്റെ മേൽ ഈ ദിവസങ്ങളും കർത്തൃത്വമുള്ളവൻ ദൈവമായിരിക്കാൻ ആ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകാം. ഹല്ലേലൂയ. സ്തോത്രമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിനെ കരങ്ങളടിച്ച് സ്തോത്രം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്തോത്രം. താങ്ക് യു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. കഴുതയുടെ പുറത്ത് ആമേൻ രാജകീയ പ്രവേശനത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ ആമേൻ അവർക്ക് വേണ്ടൊന്നും കൊടുക്കാനില്ല. ഉള്ള വസ്ത്രം എടുത്ത് വഴിയിൽ വിരിച്ചിട്ട് പറഞ്ഞു ഹല്ലേലൂയ അവന് കടന്നു പോകാൻ. ആമേൻ. അവൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോൾ അവർ പാടിയ ഹോസാന, ദാവീദ് പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് വരുന്നത് ആമേൻ ഒരു കേവലം ഒരു കഴുതയുടെ പുറത്തല്ല, അവൻ രാജാതി രാജാവായി കർത്താതി കർത്താവായി ആലയ മഹത്വത്തിൽ കർത്താവിൻ നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യേശു പറഞ്ഞു ആമേൻ. പലരും പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരിക്കുക. ആമേൻ. കുഞ്ഞുങ്ങൾ ആമേൻ സർവശക്തിയോടെ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ചുറ്റും നിന്നവർ പറഞ്ഞു കർത്താവരുടെ പറ മിണ്ടാതിരിക്കുക. സ്തോത്രം. കർത്താവ് പറഞ്ഞു ആമേൻ. ഇവർ സ്തുതിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ എന്നെ ദൈവാർഹം. ഹല്ലേലൂയ. തിരിച്ചറിയുക, മഹത്വത്തിന് യോഗ്യനായ രാജാവ് നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ വെറുതെ ഇരിക്കരുത് കേട്ടോ. സ്തോത്രം. യേശു നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. കഴുതയുടെ പുറത്തല്ല കർത്താവിന് വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് വരുന്ന താഴ്മയിലല്ല, അവൻ മഹത്വത്തിൽ ഇറങ്ങി വരുന്നവനാണ്. പത്മോസിൽ ഇറങ്ങി വന്നവനെ കണ്ടപ്പോൾ അവൻ്റെ കാൽക്ക് ഞാൻ മരിച്ചവനെ പോലെ വീണുവെന്ന് ഒരു യോഹന്നാൻ പറയുമ്പോൾ രാജാതി രാജാവായവൻ കർത്താതി കർത്താവ്
രാജാവായവൻ. ഓ മഹത്വത്തിൽ കർത്താവേ, അങ്ങേ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല, അങ്ങേ എത്ര ആരാധിച്ചാലും മതി വരത്തില്ല. ഒരു ജീവിതം പോരെ കർത്താവേ, ഒരു നാവ് പോരെ കർത്താവേ, അങ്ങേ ആരാധിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. സ്തുതിക്ക് യോഗ്യനായവനെ, മഹത്വത്തിന് യോഗ്യനായവനെ, സർവ്വശക്തനെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ, ഞാൻ അങ്ങേ സമർപ്പിക്കുകയാണ് കർത്താവേ, because he is worthy of worship. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവർ ദൈവത്തെ ഉച്ചത്തിലാണ് സ്തുതിക്കുന്നത്, പതുക്കെയല്ല. വായുകളെ തുറന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. come Lord, come and save us. ആമേൻ. ഹോസാനയുടെ അർത്ഥം ഞങ്ങളെ വന്ന് രക്ഷിക്കണമേ എന്ന. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരുവൻ യേശുവാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പറയണം, അവിടെ തന്നെ വന്ന് രക്ഷിക്കാൻ കഴിയുന്ന യേശുവേ. ഹല്ലേലൂയ. അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ, അവിടെ തന്നെ തൊട്ടാൽ ഇന്ന് എനിക്ക് സൗഖ്യമുണ്ട്, ഇന്ന് കടന്നു വന്നാൽ എനിക്ക് വിടുതലുണ്ട്. സ്തോത്രം 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 സ്തോത്രം. ഇന്നും യഹൂദന്മാർ വിളിച്ചു പറയുന്നത് ഹോസാന എന്നാണ്. കാരണം കർത്താവ് വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ യേശു നമ്മുടെ മധ്യയുള്ളതിനായിട്ട് എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. രാജാതി രാജാവായവൻ എൻ്റെ മധ്യമുള്ളത് എത്ര ദൈവത്തെ ശ്രദ്ധിക്കാം. ഒരു ദിവസം രാജസ്ഥാൻ തിരിക്കാനല്ല, ഒരു ദിവസം ആലയത്തിനകത്ത് ഒന്നിരിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് തിരിച്ചറിയുന്ന പുത്രന്മാർ പറയും. ഹല്ലേലൂയ. പെട്ടകത്തിന്റെ പിന്നാലെ ഞങ്ങളെന്നവൻ പറയും, കർത്താവേ, അങ്ങേ വിട്ട് ഞങ്ങൾ എവിടെ പോകും കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിട്ടെങ്കിലും എന്നെ ഒന്ന് നിർത്തണമേ. ഹല്ലേലൂയ. അതിനകത്ത് കാൽ വയ്ക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർ ആ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നമ്മൾ കടന്നു വന്നിരിക്കുന്നത് സത്യദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ്. ആമേൻ. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിനെ ഒരു പാട്ട് പാടി കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്താം. നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. ഹല്ലേലൂയ മഹത്വം. ദാവീദെപ്പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ പ്രിയനെ മറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. ആരാധിക്കാൻ വരെ യോഗ്യന്മാരില്ലെങ്കിലും ഹല്ലേലൂയ മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും ഹല്ലേലൂയ മഹത്വം. ആരാധിക്കാൻ വരെ യോഗ്യന്മാരില്ലെങ്കിലും ഹല്ലേലൂയ മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും കർത്താവ്. ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ പ്രിയനെ മറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നു. ഹല്ലേലൂയ മഹത്വം. ആത്മാവിൻ രക്ഷകൻ ആനന്ദദായകൻ. ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നു. ഹല്ലേലൂയ മഹത്വം. ആത്മാവിൻ രക്ഷകൻ ആനന്ദദായകൻ. ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റുന്നു. ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ കോട്ടയും സങ്കേതമാകയാൽ ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റും. ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ കോട്ടയും സങ്കേതമാകയാൽ ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ പ്രിയനെ മറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയ
ശക്തിയാൽ എന്നെ മുറ്റം നിറച്ചിടും രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റം നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ ഹല്ലേലൂയ മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും എൻ ശക്തിയാലല്ല ദൈവയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യദയയാ നിന്നത് ദയയാ നിത്യദയയാ നിത്യദയയാ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാരം പിടിച്ച എന്നെ നടത്തിയതാ. കുരിരുൾ പാതയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാരം പിടിച്ചു എന്നെ നടത്തിയതാ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ. ഓ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ. ചൊല്ലിയാൽ ചൊല്ലാൽ അന്താന മംഗൾമാന. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ. ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ. ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ. ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ. ഓ ഒരായിരം നന്ദി. നന്ദി യേശുവേ. ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. കൈയുടെ ബലമല്ല ദയാണ് നടത്തിയ. എൻ ശക്തിയല്ല ശക്തിയാലല്ല കൈയുടെ ബലത്താ ഒന്നുമല്ല നിന്റെ ദയാണ്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് ഓ കൃപയാ നിർത്തും. ഇനി നിർത്തും നിർത്തും. ആലയിൽ അഖനയിൽ നിന്നത് കൃപ. നന്ദി അർപ്പിക്കുക നന്ദി അർപ്പിക്കുക നന്ദി അർപ്പിക്കുക. നന്ദി പറ നന്ദി പറ നന്ദി പറ. കംപ്ലൈൻറ്റ് നിർത്ത്. കംപ്ലൈൻറ്റ് നിർത്തി ഇന്ന് നന്ദി പറ നന്ദി പറ. ഇന്ന് ആരോഗ്യ കംപ്ലൈൻറ്റുമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കംപ്ലൈൻറ്റ് എല്ലാം ദൈവകരങ്ങളെ ഏൽപ്പിക്കുക. ദൈവം നന്ദി പറ. കർത്താവേ ഇന്ന് വരെയൊക്കെ സംഭവിച്ചെല്ലാം ദൈവം നന്മയ്ക്കാക്കി തീരാൻ പോകുന്നതിനായി സ്തോത്രം. ഉടവല ബല ബലവ തിന്മയെന്ന് ചിന്തിച്ചതിന് ഈ ദിവസം ദൈവം നന്മയ്ക്കാക്കി മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. ഓ സ്തോത്രത്തോടെ പറ ഹല്ലേലൂയ. നിന്റെ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്ലാൻ മാത്രമായിരുന്നു, ഞങ്ങളുടെ ആഗ്രഹമായിരുന്നുവെങ്കിലും ദൈവമാണെല്ലാം ചെയ്തു തന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളതിനായി ചോദിക്കുന്നു. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധ പ്രതികൂലങ്ങളെ ഞങ്ങൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെയും ദൈവം വിടുവിച്ച് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരുകയില്ല. നമ്മൾ പാടിയതുപോലെ എണ്ണിയാൽ തീരാത്ത നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ജോണി പാസ്റ്ററുടെ ഒരു റോള് ഞങ്ങളുടെ ഫാമിലിക്കുണ്ടായിരുന്നു. ഞങ്ങൾ പരിചയപ്പെട്ട നാൾ മുതൽ ഷാർജയിൽ വെച്ചാണ് ഞങ്ങൾ
ജോണി പാഷണയും കുടുംബത്തെയും പരിചയപ്പെടുന്നു. അന്നു മുതൽ അവിടെ ആരാധനയ്ക്ക് പോവുകയും വളരെ ഒരു സ്നേഹബന്ധത്തിൽ ഒരു കുടുംബാംഗങ്ങളെപ്പോലെ ഞങ്ങൾ കഴിയുകയും ചെയ്തവരാണ്. അവരുടെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഈ നിമിഷം വരെയും ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ സംരക്ഷണമായിരുന്നു, ഒരു കോട്ടയായിരുന്നു. ഏത് കാര്യമുണ്ടെങ്കിലും പാസ്റ്ററിനോട് വിളിച്ചു പറയും, പാസ്റ്റർ അത് പ്രാർത്ഥിക്കും. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനിലായിരുന്നാലും അവരുടെ ജോലി കാര്യങ്ങളിലായാലും ഈവൻ വിവാഹ കാര്യങ്ങളിൽ പോലും അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പാസ്റ്ററുടെ പ്രാർത്ഥനയും പാസ്റ്ററുടെയും സിമിയുടെയും പ്രാർത്ഥനയും ശുശ്രൂഷകളും അത് ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. കുടുംബത്തോട് പാസ്റ്ററോടും സിമിയോടും ഉള്ള ദൈവനാമത്തിലുള്ള നന്ദി ഞങ്ങൾ ഈ സമയം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ദൈവം ഞങ്ങളെ തന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് വീണ്ടും നന്ദി പറയുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പെരുമ്പരുന്നവനായ സർവശക്തനായ ദൈവത്തിനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അറിയിക്കുന്നു. ഇതുവരേക്കും ദൈവം തൻ്റെ ചിറകുകൾക്കുള്ളിൽ സാന്നിധ്യത്തിൽ നമ്മളെ കർത്താവ് സൂക്ഷിച്ചതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് വീണ്ടും ഒരു ഞായറാഴ്ച ദൈവം നമ്മളെ ഇടയാക്കിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. തുടർന്ന് നമുക്ക് തിരുവചന ചിന്തകളിലേക്ക് കടന്നു പോകാം. കളിപ്പിക്കപ്പെട്ട സാക്ഷ്യത്തിനായിട്ട് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവിക സൗഖ്യങ്ങൾക്കായിട്ട് നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി പറയാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് 2 പത്രോസ് 1:3 വാക്യം നമുക്ക് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്ക് കുറിവാക്യമായിട്ട് വായിക്കാം. 2 പീറ്റർ ശരിയാണോ? 2 പത്രോസ്. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ ഒരു വേദഭാഗമാണ് നമ്മൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം നമ്മളെ വിളിച്ചത് വെറുതെയല്ല, തൻ്റെ മഹത്വത്താലും വീര്യത്താലുമാണ് ദൈവം നമ്മളെ വിളിച്ചത്. ബൈ ഡിവൈൻ പവർ കോൾഡ് us ബൈ ഗ്ലോറി ആൻഡ് വേർച്യു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്താലും ദൈവത്തിൻ്റെ വീര്യത്താലുമാണ് ദൈവം നമ്മളെ വിളിച്ചത്. ആ ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവ് ദൈവശക്തി നമുക്ക് ദൈവം വിളിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദിവ്യശക്തി ദൈവം പകർന്നിട്ടുണ്ട്. ആ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദൈവം ദാനം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ഈ വചനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് വേണ്ടിയതൊക്കെയും ദൈവം നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്, ഓൾറെഡി തന്നിരിക്കുകയാണ്. സ്തോത്രം. പക്ഷെ നമുക്ക് അത് അനുഭവിക്കുവാൻ പലപ്പോഴും കഴിയാതിരിക്കുന്നത് ആ ദിവ്യശക്തി നമ്മുടെ മേൽ വെളിപ്പെടേണ്ട വണ്ണം വെളിപ്പെടാതിരിക്കുമ്പോഴാണ്. നമ്മൾ ശാരീരികമായിട്ട് മാനസികമായിട്ട് ആത്മീയമായിട്ടൊക്കെ തളർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. സ്തോത്രം. എന്നാൽ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ശക്തി ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ആ ദിവ്യശക്തി നമുക്ക് വേണ്ടുന്നതൊക്കെയും ആ ദിവ്യശക്തിക്കകത്ത് അടങ്ങിക്കിടപ്പുണ്ട്. ഹല്ലേലൂയ. ശാരീരികമായിട്ടുള്ള വിഷയമായിരിക്കാം, മാനസികമായിട്ട് നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളായിരിക്കാം,
പലപ്പോഴും നമ്മൾ തളർന്നു പോകും, പലപ്പോഴും നമുക്ക് മടുപ്പ് വരും ജീവിതത്തിൽ. പലപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം പോലും അനുഭവിക്കാൻ കഴിയാത്ത ഘട്ടങ്ങൾ വരും, രോഗാവസ്ഥകൾ കടന്നു വരും. പക്ഷേ നമ്മളെ തളർത്തുന്ന അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയതൊക്കെയും ദൈവം പുറത്തല്ല, അകത്ത് ദൈവം ദാനമായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും ജയകരമായി മുന്നോട്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുക. അവിടെ ദിവ്യശക്തി ദൈവം പകർന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെ പ്രായം കൊണ്ട് നമ്മൾ ഒരുപക്ഷെ ക്ഷീണിച്ച് അല്ലെങ്കിൽ ശാരീരികമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ഒരുപക്ഷെ രോഗത്താൽ നമ്മൾ ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ സാമ്പത്തിക മണ്ഡലങ്ങളിലായിരിക്കാം, ഒരുപക്ഷെ കുടുംബജീവിതത്തിലായിരിക്കാം. പക്ഷേ ഏതവസ്ഥയാണെങ്കിലും ഇന്ന് കർത്താവ് നമുക്ക് അതിനെ മറികടക്കുവാനുള്ള ഒരു മരുന്ന് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച പത്രോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ പലവിധ വിഷയങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഒരു പരാജയമാണെന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനു മേലും ജയത്തോടെ എന്നെ എത്തേണ്ട മണ്ഡലങ്ങളിൽ എത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞത് എൻ്റെ ഉള്ളിൽ പകരപ്പെട്ട ദിവ്യശക്തി മുഖാന്തരമാണ്. സ്തോത്രം. അത് തിരിച്ചറിയുന്ന പത്രോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഈ ശക്തി എൻ്റെ മേൽ പകരപ്പെട്ടപ്പോഴാണ് എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വന്നത്. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, അപ്പോസ്തലനായ പത്രോസ്, സ്തോത്രം, പലപ്പോഴും ഒരു ബലഹീനനായ എടുത്തുചാട്ടക്കാരനായിരുന്നു. പലവിധ ബലഹീനതകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം അതിനെ മറികടന്നുകൊണ്ട് ദൈവം പത്രോസിനെ ഒരു ശക്തി കേന്ദ്രമാക്കി, ഒരു മൂലക്കല്ലിൻ്റെ മേൽ വെക്കപ്പെട്ട ഒരു കല്ലാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. ആ പത്രോസ്, ആ ശക്തി അനുഭവിച്ച പത്രോസ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏത് വിഷയത്തിൻ്റെ മധ്യേയും ഈ ശക്തി എന്നെ അതിനെ മറികടക്കാനുള്ള, സ്തോത്രം, ഒരു മുഖാന്തരമാക്കി, ഒരു മരുന്നാക്കി, അവൻ അതിൻ്റെ ഒരു വഴിയാക്കി മാറ്റുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഞാൻ മാത്രമല്ല, ദൈവസഭയും അത് തിരിച്ചറിയണം. ഈ ദിവസങ്ങളിലും ആമേൻ, നമുക്ക് എങ്ങോട്ടും പോകണ്ട, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ദൈവശക്തിയെ തിരിച്ചറിയുന്നവർ ഇന്ന് ശാരീരികമായിട്ട് അനുഭവിക്കുന്ന ക്ലേശങ്ങളായിരിക്കാം, ആമേൻ, ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് അനുഭവമായിരിക്കാം. പക്ഷേ പറയണം, ദൈവം എൻ്റെ ഉള്ളിൽ പകരപ്പെട്ട ദിവ്യശക്തി, ഹല്ലേലൂയ, എൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും ഓൾറെഡി ദൈവം എൻ്റെ അകത്ത് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി കഥാവിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകാം. ഹല്ലേലൂയ. എൻ്റെ ഈ ശരീരത്തിനകത്ത് എന്ത് അവസ്ഥയാണെങ്കിലും എൻ്റെ അകത്ത് ഒരു ദിവ്യശക്തി മറഞ്ഞു കിടപ്പുണ്ട്. അത് ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് വന്നാൽ പല വിഷയങ്ങൾക്കുള്ള മറുപടികൾ അതിനകത്തുണ്ട്. അതിനകത്ത് സ്തോത്രം, രോഗസൗഖ്യമുണ്ട്. അതിനകത്ത് ഈ ദിവസങ്ങളിൽ വിടുതലുണ്ട്. അതിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്ത് ശക്തിയുണ്ട്. അതിനകത്ത് കൃപയുണ്ട്. അതിനകത്ത് സന്തോഷമുണ്ട്. അതിനകത്ത് സമാധാനമുണ്ട്. അതിനകത്ത് വെളിപ്പാടുണ്ട്. അതിനകത്ത് ജീവിതത്തിൽ വേണ്ടുന്നതൊക്കെയും ആ ദിവ്യശക്തി, എൻ്റെ ശരീരത്തിനകത്ത് മറിഞ്ഞു കിടക്കുന്ന ദിവ്യശക്തിക്കകത്ത് ഈ ദിവസങ്ങളിൽ ഡോക്ടറല്ല, അല്ലെങ്കിൽ ഒന്നുമല്ല, എന്നെ ഇന്നും വിടുവിക്കാനും സൗഖ്യമാക്കാനും കഴിയുന്ന ഒരു ദിവ്യശക്തി, അവൻ കഥാവിനെ അറിഞ്ഞ രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാ ഉള്ളിലുള്ള ദൈവ പൈതലിന് പറയാൻ സാധിക്കും. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിക്ക്, ഹല്ലേലൂയ, സ്തോത്രം, പുറമേയുള്ള ശക്തിയെക്കാളും ആമേൻ ഈ ദിവസം എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് അതിനെ മറികടക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവസഭയുടെ സഭയ്ക്കുള്ളിൽ ഈ ദിവസങ്ങളിലും ഈ തിരിച്ചറിവിലേക്ക് വരുവാൻ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിലും കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ മേലും അത് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുവാനും അനുഭവവേദ്യമായി മാറുവാനും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ വാക്ക്, നിങ്ങൾ
നിങ്ങൾ പോയി പ്രാർത്ഥിക്കണമെന്നല്ല യേശു പറഞ്ഞത്. നിങ്ങൾ പോയി ആമേൻ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നല്ല, ഉപവസിക്കാനല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ പോയി കൂട്ടായ്മ ആചരിക്കാനല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ആമേൻ ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേൽ അയക്കും. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് വാഗ്ദത്തം ചെയ്തത് നിങ്ങളുടെ മേൽ അയക്കും. അത് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുകയുള്ളൂ. യേശു പറയുകയാണ്, ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കുക. അല്ലെങ്കിൽ അവിടെ പറയുന്നു, ആ ശക്തി ധരിക്കുവോളം, ആ ശക്തി കടന്നു വരുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം. ആമേൻ. അതിനുശേഷം കർത്താവ് യേശു ക്രിസ്തു കരമുയർത്തി അവരെ അനുഗ്രഹിച്ച് ഈ ഭൂമുഖത്തെ വിട്ട് സ്വർഗത്തിലേക്ക് ആമേൻ സ്വന്തം പിതാവിന്റെ സന്നിധിയോളം യേശു കടന്നുപോയി അവന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി സകലത്തെ കാൽക്കീഴാക്കി വാളല്ലുന്നവനായി യേശു ഇന്നും ജീവിക്കുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം നൽകാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ആമേൻ ആഗ്രഹം തന്റെ ശിഷ്യന്മാർ ശക്തി പ്രാപിക്കണം എന്നുള്ളതായിരുന്നു. ആ ശക്തി അവിടെ ജീവിതത്തിന്റെ മേൽ കടന്നു വന്നാൽ ആമേൻ ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തെയും മറികടക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഈ ശക്തി അനുഭവിച്ച പത്രോസിനെ പറ്റി നമുക്കറിയാം. പെന്തക്കോസ്ത് ദിനത്തിൽ പത്രോസ് ഹല്ലേലൂയ ഒരുമിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരപ്പെടുകയും പത്രോസ് ആളുമാറിയവനെ പോലെ ദൈവമാക്കി തീർക്കുകയും പത്രോസിലൂടെ അനവധി കാര്യങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പത്രോസിലൂടെ ദൈവം ചെയ്യുകയും ആമേൻ പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലും കർത്താവിന് വേണ്ടി ഓടുവാനും കർത്താവിൻ്റെ കാൽ ചുംബിച്ച് തലകീഴായി ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുക്കുവാനും തക്കവണ്ണം ഇടയാക്കിയത് പത്രോസ് പറയുകയാണ്, ജീവിതത്തിൽ ഏത് വിഷയത്തെയും ജയമെടുക്കുവാൻ, ഏത് പ്രശ്നത്തെയും ജയമെടുക്കുവാൻ, ഏത് കഷ്ടതയും ജയമെടുക്കുവാൻ, ഏത് രോഗാവസ്ഥയും ജയമെടുക്കുവാൻ, എത്ര ഒറ്റപ്പെടുത്തലും ജയമെടുക്കുവാൻ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. ഞാൻ പുറത്തുപോയി ശക്തി പ്രാപിക്കേണ്ട, എൻ്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. അത് ദിവസങ്ങൾ മറികടക്കുന്നുണ്ട്. അല്ല ഈ ദിവസം അതൊന്ന് വെളിപ്പെട്ട് വന്നാൽ ചില വിഷയങ്ങളല്ല, സകല വിഷയത്തിന് മേലും ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും അതിനകത്ത് മറിഞ്ഞു കിടക്കുന്നുണ്ട്. ആമേൻ. ഇത് തിരിച്ചറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എഫീഷ്യർ സഭയെ നോക്കി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആമേൻ. എഫീഷ്യർക്ക് ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കണമെന്നില്ല, ഈ 18ഉം 19ഉം വായിച്ചാൽ മതി. ആമേൻ. നമുക്ക് വേഗത്തിൽ വചനത്തിലൂടെ കടന്നു പോകാം. അതേ പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണ്. പല പ്രാർത്ഥനകൾ നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെയൊന്നും അപ്പോസ്തലനായ പൗലോസ് ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ആത്മീയമായി തൻ്റെ ജനം ബലപ്പെടണം, അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് വരണം. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ അതിൻ്റെ പ്ലേസിൽ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് തനിയെ കടന്നു വരുവാൻ ഇടയാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവസഭ എഫീസ്യ സഭയെ പറ്റി പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിളിയാൽ ആശ, വിശുദ്ധന്മാരിലെ മഹിമാധനം, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. 3ാമത് പറയുന്നത് ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടത് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഈ ദിവസങ്ങൾ അറിയുവാനായിട്ട് നമുക്ക് കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നമുക്ക് നേരെ നിൽക്കുന്ന ശക്തിയെക്കാളും അത് ശക്തമല്ലെങ്കിൽ നമ്മളെ പലപ്പോഴും അത് കീഴ്പ്പെടുത്തുവാനിടയാകും. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലും ശക്തി പ്രാപിക്കണമെന്ന് ശക്തി പ്രാപിച്ചാൽ നമുക്ക് ജീവിതത്തിലുള്ള അനവധി കാര്യങ്ങളുടെ മേൽ ദൈവം തൻ്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തോടെ കാണുവാനും അനുഭവിക്കുവാനും ദൈവം ഇടയാക്കും. ആമേൻ. അപ്പോൾ ദൈവശക്തി തൻ്റെ മക്കളുടെ മേൽ, തൻ്റെ ജനത്തിൻ്റെ മേൽ, തൻ്റെ സഭയുടെ മേൽ, തൻ്റെ ആടുകൾക്ക്
നൽകുവാൻ ആഗ്രഹിക്കുന്ന നല്ല കർത്താവ് തൻ്റെ ഈ ഇഹലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാറായപ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവരുടെ പോട് പറഞ്ഞ് ഞാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ മുഖങ്ങളൊക്കെ മാനമായി അവർ പറഞ്ഞ് ഞങ്ങളുടെ അരുമനാഥൻ പോവുകയാണ്, ഞങ്ങളുടെ ഇടയൻ പോവുകയാണ്, ഞങ്ങളുടെ ചീഫ് പാസ്റ്റർ പോവുകയാണ്, പിന്നെ ഇപ്പോൾ ഞങ്ങളെങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ യേശു പറഞ്ഞു ഞാൻ പോവുക, പക്ഷേ നിങ്ങളോട് കൂടെ ഇരിക്കാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷേ നിങ്ങളോട് കൂടെ ഇരിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയക്കും. എല്ലാവരുടെയും കൂടെ എനിക്ക് ഇരിക്കാൻ കഴിയത്തില്ല. യേശു പറഞ്ഞു ഞാൻ പിതാവിൻ്റെ സന്നിധിയിലാണ്, എൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, പക്ഷെ നിങ്ങളുടെ കൂടെ എനിക്ക് ഇരിക്കാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ ഞാൻ ഒരു സഹായകനെ അയക്കാൻ പോവുകയാണ്. അവൻ ഞാൻ പിതാവിനോട് ചോദിക്കും, ആ സത്യത്തിൻ്റെ ആത്മാവ് മറ്റൊരു കാര്യസ്ഥനെ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് എൻ്റെ പിതാവ് നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ അപ്പോൾ അവിടെ പറഞ്ഞെങ്കിൽ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് 14-16 പറയുന്നുണ്ട്, 14-26 നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഒന്ന് അവൻ ഇത് പറയാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞു നോക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കാര്യസ്ഥനുണ്ട്. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു പാരക്ലേറ്റായിട്ട് അവൻ ഗ്രീക്ക് ഭാഷ പറഞ്ഞെങ്കിൽ ഹെൽപ്പർ അല്ലെങ്കിൽ സഹായകനായ പാരക്ലിറ്റോസ് ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാനില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു സഹായകനെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുക. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് സഹായകനായവനെ ദൈവം തന്നിട്ടുണ്ട്. അല്ലോ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോകുന്നവല്ല, എന്നെ കൈവിട്ടിട്ട് പോകുന്നവല്ല, എന്നെ സ്തോത്രം ഒന്നുമില്ലാത്തവനാക്കി കൈവിട്ടിട്ട് പോകുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. എൻ്റെ കൂടെ വസിക്കുവാൻ, എൻ്റെ കൂടെ വസിക്കുവാൻ, എൻ്റെ ഉള്ളിലിരിക്കുവാൻ, എന്നോട് സംസാരിക്കുവാൻ, എന്നോട് ഉപദേശിക്കുവാൻ, എൻ്റെ വഴികളെ നടത്തുവാൻ, എന്നെ ശക്തിപ്പെടുത്തുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ വഴിധാരകൾ എനിക്ക് പ്രകാശം തരുവാൻ ഒരു സഹായകനെ ദൈവം എൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്നത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ കഴിഞ്ഞ നാൾ അനുഭവിച്ച പക്ഷെ ഈ നാൾ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം, കർത്താവേ അങ്ങയിൽ പൂർണ്ണമായിട്ട് ആശ്രയിപ്പാൻ ഒരു സഹായകനെ എൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ആ സഹായകനെ മറന്ന് മറ്റ് സഹായങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ സഹായകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് മാത്രമല്ല, പരിശുദ്ധാത്മാവുള്ള ആശ്രയത്തിൽ കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അപ്പോൾ ഈ സഹായകൻ ഉണ്ടെന്ന് നമുക്കറിയാം പലപ്പോഴും. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ സഹായകനെ മറന്നു പോകാറുണ്ട്. സഹായകൻ നമ്മൾ ആശ്രയം വെക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റി പലപ്പോഴും ദൈവസഭയ്ക്കുള്ളിൽ മുമ്പൊക്കെ ഒരുപാട് പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ടായിരുന്നു. അത് പാരമ്പര്യ സഭകൾ കുറവായിരുന്നു, പെന്തക്കോസ്ത് സഭകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടങ്ങളും പരിശുദ്ധാത്മാവിനെ പലപ്പോഴും ആശ്രയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴും നീങ്ങിപ്പോകുമ്പോൾ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരുപക്ഷെ ദൈവം ഈ വചനം സംസാരിക്കുന്നത് ആ ആശ്രയത്തിലേക്ക് മടങ്ങി വരുവാനും ആ സഹായകമായിട്ട് കൂടുതൽ സഹവർത്തിത്വം ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനും ശത്രു മൂടിയിട്ടിരിക്കുന്ന മനുഷ്യരെങ്കിൽ ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് വരുവാനും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വെളിപ്പെടേണ്ട ദിവസങ്ങൾ വെളിപ്പെടുവാനും നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന പലപ്പോഴും മറികടക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളിൽ ആരും സഹായിക്കാൻ കഴിയാത്ത വിഷയത്തിന് മേൽ നമ്മളുടെ തന്നെ തലത് കർത്താവ് പ്രവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളോട് സംസാരിക്കുകയും നമ്മളോട് ഇടപെടുകയും ആ കർത്താവ് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ ആ കൂട്ടായ്മ കടന്നു വരുന്നത്. യേശു ഇന്ന് ഇല്ലെങ്കിലും യേശുവുമായിട്ടുള്ള സഹവർത്തത്തിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു കൂട്ടായ്മയിലേക്ക് ഈ ദിവസങ്ങൾ ദൈവസഭ വീണ്ടും കടന്നു വരണം. ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വചനം എന്ത് പറയണമെന്ന് ചിന്തിച്ചപ്പോൾ ഇതാണ് എൻ്റെ ഉള്ളിൽ സ്തോത്രം കൂടുതൽ പ്രകാശിപ്പിച്ചതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ ദിവസങ്ങളിലും ആ ഒരു ശക്തി കൂടുതൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ആ കർത്താവിനെ കൂടുതൽ അനുഭവവേദ്യമായി മാറുവാൻ ദൈവപ്രവർത്തികൾ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവമുഖാന്തരങ്ങളാക്കി ദൈവം മാറ്റുക. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ ശരീരം എങ്ങനെയാണെങ്കിലും മനസ്സെങ്ങനെയാണെങ്കിലും പ്രായം എത്രയാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം രോഗം
രോഗമാണെങ്കിലും എന്താണെങ്കിലും ഈ ദിവസങ്ങളിലും എത്ര പ്രായം കുറവാണെങ്കിലും എന്ത് പശ്ചാത്തലമാണെങ്കിലും ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, കർത്താവിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവം ഇന്നുണ്ടെങ്കിൽ ആ ക്ഷീണത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാറ്റാൻ കഴിയുമെന്ന് ഏൽപ്പിച്ചു. കാഷ്യസ് ക്ലേ അല്ലെങ്കിൽ മുഹമ്മദ് അലിയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വലിയൊരു ബോക്സറായിരുന്നു. അദ്ദേഹം പലരെ ഇടിച്ച് താഴെ ഇട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഐ ആം ദ ഗ്രേറ്റസ്റ്റ് എന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അന്ത്യത്തിൽ നമുക്കറിയാം, അദ്ദേഹം പലപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ പോലും വരാതെ പാർക്കിൻസൺ ഡിസീസിനാൽ അദ്ദേഹം പിന്നീട് തൻ്റെ ജീവിതം ഇഹലോകം വിട്ടുപോകുവാൻ തക്കമാണ് ഇടയായി. അപ്പം പക്ഷേ ഇന്ന് നമുക്കൊരു പക്ഷേ അത്ര വലിയ മനസ്സിലോ ശക്തിയോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് വലിയ ബലമില്ലെങ്കിലും ആമേൻ, ഇന്ന് വിശ്വാസത്തോടെ വേണം എൻ്റെ ശരീരത്തെ ബലപ്പെടുത്താൻ. ഞാൻ വിശ്വസിക്കുന്നവരുണ്ട് പറഞ്ഞു സ്തോത്രം. ശരീരത്തിന് ക്ഷീണാവസ്ഥയുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇതിനകത്ത് പോകുമ്പം ഒരു പുതിയ ശക്തിയെ കർത്താവ് ശരീരത്തിൻ്റെ മേൽ പകർന്ന് കർത്താവ് മടക്കി അയക്കുന്ന സമയമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഉള്ളിൽ സഹായകനുണ്ട്, എൻ്റെ ഉള്ളിൽ ദിവ്യശക്തിയുണ്ട്. അത് ഈ ദിവസങ്ങളിൽ വെറുതെ തന്ന ശക്തിയല്ല, എൻ്റെ ശരീരത്തെ ബലപ്പെടുത്തുവാൻ പലപ്പോഴും തളർന്നു പോകുന്ന അനുഭവങ്ങൾ, ഉറങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടെങ്കിൽ ഉറക്കമിടുന്ന ചില വൈശാചിക മണ്ഡലങ്ങൾ ഈ ദിവസങ്ങൾ ശരീരത്തെ ക്ഷീണിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കാതെ പലപ്പോഴും ചിന്താമണ്ഡലങ്ങൾ പോലും പ്രവർത്തിച്ച് ഈ ദിവസങ്ങളും ശക്തിയെ ക്ഷയിപ്പിച്ച് സ്തോത്രം കടന്നുകയറ്റം നടത്തുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തിന് മേൽ ഇന്ന് പകലിൽ ക്ഷയമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അശ്വബലത്തിൽ ദൈവത്തിന് ഇഷ്ടം തോന്നില്ല. പുരുഷൻ ഊരുക്കളിൽ ദൈവം പ്രസാദിക്കുന്നുമില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നമുക്ക് ആശ്രയം വെക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയം വെക്കാൻ തയ്യാറാണെങ്കിൽ, സിംഹമോ കരടിയോ നമുക്കറിയാവുന്ന പോലെ കാണാപ്പാടം അറിയാവുന്ന കാര്യമാ. ഒരു സിംഹമോ കരടിയോ എനിക്ക് നേരെ ചാടി വരുമ്പോൾ എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് സമയത്ത് വരും. ഹല്ലേലൂയ. അതിനെ ഞാൻ എൻ്റെ രണ്ട് കൈ കൊണ്ട് വലിച്ചു കയറിക്കളയും. ആ ദൈവശക്തി പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവജനത്തിൻ്റെ മേൽ അല്ലെങ്കിൽ അഭിഷക്തന്മാരുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ശാരീരികമായിട്ടും ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പകർന്ന് നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം വേണം. എൻ്റെ ശരീരത്തെ ക്ഷയിപ്പിക്കാൻ ഇരുട്ടിൻ്റെ വ്യാപാരത്തിന് സാധിക്കത്തില്ല. ഹല്ലേലൂയ. ശരീരം എത്ര പഴയതാണെങ്കിൽ മോശ പറയും, എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ എന്നെ ബലത്തോടെ നടത്തും. സ്വന്തം ചെറുപ്പക്കാർ ശക്തിയായിട്ട് വീണേക്കാം. അവർ ക്ഷീണിച്ചവന് ദൈവം ശക്തി നൽകുന്നു. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്നവന് ദൈവം ശക്തി നൽകുന്നു. ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസം വേണം, എൻ്റെ ദൈവം എനിക്ക് ശക്തി തരും. ഹല്ലേലൂയ. ബലമില്ലാത്തവനെ ദൈവം ബലം വർദ്ധിപ്പിക്കും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ എന്ത് ചെയ്യും? പുതുക്കും. പുതുക്കുന്നത്ര ഒരു ചോദ്യം പറയും, ഞാൻ ശക്തിയെ പുതുക്കും. ശത്രുവിന് എന്നെ ക്ഷീണിപ്പിക്കാൻ കഴിയത്തില്ല, എന്നെ തളർത്താൻ കഴിയത്തില്ല, എന്നെ തകർക്കാൻ കഴിയത്തില്ല. രോഗമിട്ട് ശരീരത്തെ ക്ഷയിപ്പിച്ച് ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ പോലും കഴിയാതെ വണ്ണം ഹല്ലേലൂയ ആത്മീയ ജീവിതത്തെ മുരടിപ്പിച്ച് ഈ ദിവസങ്ങളിലും ദൈവപ്രവർത്തികളെ ദൈവത്തിൽ വെളിപ്പെടാൻ സമ്മതിക്കാതെ ശരീരത്തെ വിശ്വാസം വേണം കേട്ടോ. വിശ്വാസം എൻ്റെ ശരീരത്തെ കഥാവിന് ബലപ്പെടുത്താൻ കഴിയും. ഹല്ലേലൂയ. കഥാവിന് ശക്തി വന്നാൽ ദാവീദിന് അറിയാം, ഒരു വിഷയം വരുമ്പോൾ കർത്താവിനെ ആത്മാവിൽ ആശ്രയിക്കുന്നതിന് ഒരു ഗോലിയാത്ത് വരുമ്പോൾ ദാവീദ് ധൈര്യത്തോടെ നിൽക്കുന്നതിന് കാരണം മറ്റൊന്നും ഈ ഗോലിയാത്തിനേക്കാളും ശക്തിയുള്ളവനാണ് എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത്. ഇതിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദാവീദ് ഭയപ്പെടാതിരുന്നത്. അല്ലൊരു വിഷയം വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവര് വിഷയത്തിന് ജീവനെടുക്കാനുള്ള ഒരു ദൈവശക്തി ദൈവം പകരുമെന്ന് വിശ്വസിക്കുന്നത്. ഇനി ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. വിശ്വാസമാണ് ദൈവശക്തി എൻ്റെ ഉള്ളിൽ പകർന്നാൽ ഞാൻ എത്ര ക്ഷീണിച്ച് എൻ്റെ ശരീരം എങ്ങനെയാണെങ്കിലും എൻ്റെ അവസ്ഥ എന്താണെങ്കിലും എന്നെ ശക്തിപ്പെടാൻ കഴിയുന്ന ഒരു പരിശുദ്ധി ആത്മാവുണ്ട്. പരിശുദ്ധി ആത്മാവ് വന്നപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പ്ലെയിനില്ല, സ്തോത്രം സ്തോത്രം, കാറില്ല, ഒന്നുമില്ല. എന്നാലും ദൈവശക്തി വന്നവനെ യെരൂശലേം വിട്ട് കേരളത്തിന്റെ അതിർത്തിയോളം എത്തിക്കാൻ കഴിയുന്ന ദൈവശക്തിക്കായി എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം.
അതുകൊണ്ട് ചിലർ പറഞ്ഞ് എനിക്ക് വയ്യ, ചിലർ പറഞ്ഞ് ഞാൻ പുഴുവാ, അങ്ങനെയൊന്നും പറയാം. അങ്ങനെ കഥ ഞാൻ ക്ഷീണിച്ചില്ല എന്ന് പറയാൻ ഞാൻ ക്ഷീണിക്കത്തില്ല, ഞാൻ ബലപ്രാപിക്കും. എനിക്ക് പ്രായമായെന്ന് പറയുന്നവരുണ്ടെങ്കിൽ പറയാം, ഞാൻ പ്രായമൊന്നും എനിക്കൊരു വിഷയമല്ല. സ്തോത്രം. എത്ര പ്രായമാണെങ്കിലും പ്രായമായവനെ ബലപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. പ്രായം ദൈവത്തിന് വിഷയമല്ലെന്ന്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാത്രമല്ല, നമ്മുടെ സംസാരത്തിൽ ഒരു മാറ്റം വരട്ടെ. രോഗമുണ്ടെങ്കിലും പറയണം എൻ്റെ രോഗമുണ്ടെന്നല്ല പറയുന്നത്, എൻ്റെ രോഗമുണ്ട്, പക്ഷെ എൻ്റെ യേശു എൻ്റെ രോഗത്തെ സൗഖ്യമാക്കും. രോഗത്തെ താലോലിക്കരുത്, രോഗത്തെ ഉയർത്തരുത്. ഹല്ലേലൂയ. ഇന്ന് ഉയർത്താൻ തയ്യാറാകുക. രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന യേശുവിനെ ഉയർത്താൻ തയ്യാറാകുക. ഹല്ലേലൂയ. എൻ്റെ എത്ര വലിയ മാരക രോഗമാണെങ്കിലും എൻ്റെ ശരീരത്തിലുണ്ടെങ്കിലും വിശ്വാസത്തോടെ വേണം. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ആ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പറഞ്ഞു ഞാനാകുന്നു പറയുന്നു. നമുക്ക് പറയാൻ കഴിയത്തില്ല, പക്ഷേ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ കർത്താവിൽ ആരാണെന്ന് തിരിച്ചറിയുന്നവർ പറയണം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ. ഇംഗ്ലീഷിൽ പറ്റുക നന്നായിട്ട് പറയും, എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ സകലതും ചെയ്യാൻ കഴിയും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമുക്ക് കഴിയത്തില്ല, നമുക്ക് യേശു ക്രിസ്തുവിലൂടെ സകലതും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ ആമേൻ, ഐ ആം മോർ ദാൻ എ കോൺകറർ. ഞാൻ ജയാളിയായി തന്നെ ദൈവം എന്നെ നടത്തും. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ രോഗം യേശുവിൻ്റെ അടിപ്പിണാൽ സൗഖ്യം വന്നുവരിക്കുന്നു. ഐ ആം ഹീൽഡ് ബൈ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ്. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, ഇന്ന് അങ്ങനെ പറയാൻ കഴിയാത്തവരുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പറയണം. ആമേൻ. ഞാനൊരു പഴയ സൃഷ്ടിയല്ല, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. സ്തോത്രം. ദൈവം എന്നെ പുതിയതാക്കിയതിനായിട്ട് എത്രയോ ദൈവത്തെ സ്തോത്രം ചെയ്യും. പണ്ട് പല ദോഷങ്ങളുണ്ടായിരുന്നു, പക്ഷേ എന്നെ ദൈവം ഒരു പുതിയ സൃഷ്ടിയാക്കിയെങ്കിൽ ഇന്ന് എൻ്റെ ശരീരത്തിൻ്റെ കർത്തൃത്വം എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കൈയെങ്കിൽ ദൈവം എന്നെ ഒരു മെതിവണ്ടിയാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ഭരണം. ആമേൻ. ഞാൻ ഒരു പുഴുവായ യാക്കോബിനെ ഒരു മെതിവണ്ടിയാക്കി മാറ്റിയ ദൈവം. ആമേൻ. പലരും എന്ത് പറയുന്നു എന്നുള്ളതല്ല ഗിദെയോനെ ആമേൻ വിഷയം. ദൈവം എന്നെ പറ്റി എന്താണ് പറയുന്നുള്ളതാണ് ഇതാണ് വിഷയം. ശത്രു പറയും, നീ മനസ്സിൽ ഏറ്റവും ചെറിയവനാ, നീ കൊള്ളാത്തവനാ, നാട്ടുകാരും വീട്ടുകാരും പറയുന്നതല്ല ഇന്ന് വിഷയം. ദൈവം നീ വീരപരാക്രമശാലിയാ, നിന്റെ ബലഹീനതയാണ് എനിക്ക് ശക്തി കേന്ദ്രമാക്കി ഞാൻ നിന്നെ മാറ്റാൻ പോകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിലും നമുക്ക് ദാവീദിന്റെ മേൽ ശാരീരികമായി ബൈബിളിലുള്ള അനവധി സ്ഥലങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഞാൻ കൊളോസ്യസിൽ വെച്ച് അവിടെ വെച്ച മൃഗയുദ്ധം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആത്മീയമായി മൃഗയുദ്ധമാണെന്നും അല്ല, മൃഗത്തെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശക്തിയാൽ കീഴടക്കിയെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എന്തുമായിട്ട് ഇന്ന് നമുക്ക് ശാരീരികമായിട്ടുള്ള ശക്തിയെ കർത്താവിന് പകരാൻ കഴിയും. തളർച്ചകളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തെ തളർച്ച മാറട്ടെ. യേശുവിൻ്റെ നാമത്തെ തളർച്ചയിടുന്ന ആമേൻ, തളരുന്ന ശാരീരികമായി തളരുന്ന മാനസികമായി തളരുന്ന പലപ്പോഴും ഹല്ലേലൂയ ആമേൻ ആയിരിക്കുന്ന അവസ്ഥകളിൽ തളർന്നു പോകുന്ന അവസ്ഥകളെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ ആ ദിവ്യശക്തി, അത് ഹോർലിക്സ് കുടിച്ച ബൂസ്റ്റ് കുടിച്ചുള്ള ശക്തിയല്ല, ജിമ്മിൽ പോയിട്ടുള്ള ശക്തിയല്ല, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നമ്മളിലൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ, നമ്മളിലൂടെ ആ ദൈവശക്തി ഉണ്ടെങ്കിൽ നമുക്കൊരു സൗഖ്യമുണ്ട്. അപ്പം ആ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ മാത്രമേ ഒരു രോഗസൗഖ്യം ശരീരത്തിൽ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ തളർന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ആ രോഗസൗഖ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുവാൻ തക്കമിടയാകുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു 30 വർഷത്തോളം സാധാരണക്കാരൻ എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചു പോകുന്നു. പക്ഷേ 30 വർഷത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു യോർദാനിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ ദൈവശക്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വ്യാപരിച്ചപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ
ഒഴുകിയ ഒരു ശക്തി ഉണ്ടായിരുന്നു. അന്ന് വരേക്കും രോഗങ്ങൾ സൗഖ്യമായിട്ടില്ലായിരുന്നു, അന്ന് വരേക്കും ഭൂതങ്ങൾ വിട്ടുമാറിയിട്ടില്ലായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി 30 വർഷത്തോളം ആയിട്ടും നടക്കാതിരുന്നപ്പോൾ ദൈവശക്തി യേശുവിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവിന്റെ രോഗമല്ല സൗഖ്യമായത്, ചുറ്റുമുള്ളവരുടെ രോഗങ്ങൾ സൗഖ്യമായി. ഇന്ന് എന്നിലൂടെ ഒഴുകുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് എൻ്റെ രോഗം മാത്രമല്ല സൗഖ്യമാകുന്നത്, ചുറ്റുവട്ടമുള്ളവരുടെ രോഗത്തെയും എൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ദൈവശക്തിയിലൂടെ സൗഖ്യമാകുമെന്ന് ഇന്ന് ആത്മകണ്ണുകളാൽ കണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ വരുത്തുവാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് തിരിച്ചറിയുവാൻ ഇവരുടെ കണ്ണുകളെ ദൈവമേ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കെല്ലാവർക്കും ആത്മീയ കണ്ണുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സംസാരിക്കുന്ന ഞാനും ആഗ്രഹിക്കുന്നൊരു കാര്യം, അതുകൊണ്ടാണ് ഞാനിതും പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ശക്തി പലയിടങ്ങളിലായി പറയുന്നു. കർത്താവിൻ്റെ ശക്തി ഈ ലൂക്കോസ് സുവിശേഷത്തിന് 5:17 സമയമുള്ള മുമ്പിനെ വായിച്ചാൽ ലൂക്കോസ് സുവിശേഷത്തിന് 5-ാം അധ്യായത്തിൽ അനവധി രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം സൗഖ്യം നടക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, അവൻ്റെ ശരീരത്തിലൂടെ ശക്തി ഒഴുകിയിരുന്നു. അവനാണ് രോഗത്തെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ ശരീരത്തിലൂടെ ഒഴുകുന്നൊരു ദൈവശക്തി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ശക്തി ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിനെ രക്തസ്രാവക്കാരിയായ സ്ത്രീ തൊടുമ്പോൾ അവിടെ പറയുന്നത് എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിലൂടെ ഒരു ദൈവശക്തി ഒഴുക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിനകത്ത് എന്തുകൊണ്ട് രോഗസൗഖ്യമുണ്ടോ? ഞാൻ വിശ്വസിക്കാം എൻ്റെ ശരീരത്തിൽ രോഗത്തിന് സൗഖ്യമാക്കാൻ കഴിയും കർത്താവിന്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശരീരത്തിൽ രോഗത്തെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഇന്നും സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസരെ അവിടെ തൊട്ടിട്ട് പറയണം, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗമാണെങ്കിലും അത് സൗഖ്യമാക്കുക മാത്രമല്ല, ഞാൻ തിരുമേൽ കരം വെച്ചാൽ അവർക്ക് കൂടെ സൗഖ്യം വരാൻ തക്കവണ്ണം ഒരു ദൈവശക്തി എന്നിലൂടെ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് തലയായ ക്രിസ്തുവാണെങ്കിൽ ശരീരമായിരിക്കുന്ന സഭയിലൂടെ ഒഴുകുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പോൾ കർത്താവ് അനവധി പേരെ നമ്മളിലൂടെ ആ ശക്തി പുറപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് അതിലൂടെ കവിഞ്ഞൊഴുകുന്ന ഒരു ശക്തിയാണ്. നമുക്ക് പലപ്പോഴും അത് പല കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം. അപ്പോൾ 2 പത്രോസിൻ്റെ 1:4 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുമ്പോൾ അതിനോടുകൂടെ വാഗ്ദത്തങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നിവർത്തീകരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ, യേശുക്രിസ്തുവിനെ അറിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവിലെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്ന ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ അനവധി വാഗ്ദത്തങ്ങൾ കർത്താവുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇവയാ ലോകത്തിൻ്റെ മോഹത്താൽ നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കും. ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഈ ദിവ്യശക്തി ഇല്ലാതെ ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയത്തില്ല. ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങളൊക്കെ അറിയാം, പാപം എന്താണെന്നറിയാം, സ്തോത്രം, പക്ഷെ എല്ലാം അറിയാം. പക്ഷേ പാപത്തിൻ്റെ മേൽ ജയമെടുക്കണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മസിൽ പവർ കൊണ്ട് സാധിക്കത്തില്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പാപത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ കഴിയണമെങ്കിൽ ആ ദിവ്യശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോഴാണ് സ്വന്തം ജഡത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാ മുഖാന്തരം ജയമെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവിടെ പറഞ്ഞിരിക്കുന്നത് ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ തീരുമാനം എനിക്ക് തോന്നില്ലെങ്കിലും സ്വന്തം പരിശീലനം അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനും ഭക്തിക്കും. ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെതായ സകല മണ്ഡലങ്ങളും. ഹല്ലേലൂയ. കുക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും സ്ത്രീകളാണെങ്കിൽ, ഏത് ചെറുതും വലുതുമായ വിഷയമാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ഈ ശക്തിക്കകത്ത് ഇല്ല. സകലതും ഇതിനകത്ത് അടങ്ങിക്കിടപ്പുണ്ടെന്ന്.
അല്ലെ? പഠിക്കാനുള്ള ശക്തി ഇതിനകത്തുണ്ട്, ഫോക്കസ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അല്ലെങ്കിൽ ഇന്ന് പേര് പറഞ്ഞ് ഏത് കാര്യം നല്ല ആലോചനകൾ ലഭിക്കുവാനുള്ള ശക്തി ഇതിനകത്ത് അടങ്ങിക്കിടപ്പുണ്ട്. അത് മാത്രമല്ല, അവിടെ പറയുന്നു നമ്മളെ ആത്മസ്വഭാവമുള്ളവരാക്കി മാറ്റാൻ കഴിയണമെങ്കിൽ നമ്മൾ പാരമ്പര്യവാദികളല്ല, നമ്മൾ അല്ലെങ്കിൽ ഫരിസേയനെ പോലെ വചനം മുഴുവൻ അറിയാം, പക്ഷേ വചനത്തിനകത്തിരിക്കുന്നത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ റോമർക്ക് ലേഖനം 8:9 പറയാണ്, ദൈവത്തിന് ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്തെ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളതല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് റോമർക്ക് ലേഖനം 8:13 പറയുകയാണ്, ആ ആത്മാവിന് ആ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ തക്കവണ്ണം ഇടയാക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിൽ നിങ്ങൾക്ക് ജീവൻ വരും, എങ്കിൽ നിങ്ങൾക്ക് ശക്തി വരും. ശത്രു പലപ്പോഴും ശരീരത്തിൽ കൂടെ നമ്മളെ പാപത്തിൻ്റെതായ ചിന്തകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, പാപത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ, പലപ്പോഴും ദൈവഹിതമല്ലാത്ത നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഈ ദിവ്യശക്തി അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കുവാനുള്ള ഒരു ദൈവശക്തി ഇതിനകത്ത് അടങ്ങി കിടപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം, ആ ശക്തി എനിക്ക് ആവശ്യം. മറ്റൊന്നും ചെയ്യാൻ കഴിയുന്ന ശക്തിയില്ലെങ്കിൽ എന്റെ ജഡത്തിനകത്തുള്ള പാപത്തെ ജയിക്കാനുള്ള ശക്തി. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ പ്രവർത്തികളെ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഇതെല്ലാം പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് പറഞ്ഞു പോവുകയാണ്. വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ. അപ്പോൾ ഇതിനെ മുഴുവൻ ജയമെടുക്കണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് പറ്റത്തില്ല. നമ്മുടെ അറിവ് കൊണ്ട് ചീർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുണ്ട്, ഇത് സാധിക്കത്തുള്ളൂ. ദൈവസഭയ്ക്കകത്തുനിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ അത് സ്വതം കേവലം അത്ഭുതങ്ങൾ ചെയ്യാൻ മാത്രമല്ല, ഹല്ലേലൂയ, ചിലതൊക്കെ നേടിയെടുക്കാൻ മാത്രമല്ല, എനിക്കൊരു വിശുദ്ധ ജീവിതം ഞാൻ നയിക്കുമ്പോൾ അതിലൂടെ എല്ലാ ദൈവപ്രവൃത്തിയും വെളിപ്പെടുവാൻ തക്കവണ്ണം അവിടെ ആകും. ഹല്ലേലൂയ, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒറ്റ മണ്ഡലമേ ഉള്ളൂ, അതെന്റെ പാപകരമായ ജഡമാണ്. വസിക്കുന്നവന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ പാപത്തിന്റെ മേൽ ജയമെടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ദിവ്യശക്തിയാണ്. അതുകൊണ്ടാണ് ഡിവൈൻ പവർ എന്ന് പറഞ്ഞത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ട് നിന്നാൽ സ്തോത്രം, ആമേൻ, കാര്യങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആമേൻ, നമുക്ക് ദിവ്യജ്ഞാനത്താൽ ദൈവം നമ്മളെ നിറയ്ക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിൻ്റെ വിഷയത്തിൻ്റെ മേൽ, നമ്മുടെ ബിസിനസ്സിൻ്റെ വിഷയത്തിൻ്റെ മേൽ, നമ്മുടെ ജോലിയുടെ മണ്ഡലങ്ങളിൽ മുന്നോട്ടെടുക്കേണ്ട തീരുമാനങ്ങളുടെ മേൽ ആവശ്യമായിരിക്കുന്ന ആലോചനയെ പകർന്നിരുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു പറഞ്ഞ സഹായകൻ വന്നു കഴിയുമ്പോൾ സകല കാര്യങ്ങളും അവൻ നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ സഹായകനിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ പറയുന്നു, ദ ഹെൽപ്പർ ഈസ് എ കംഫർട്ടർ. കംഫർട്ട് ഇല്ലാതിരിക്കുന്നുവെങ്കിൽ, ഒരു ആശ്വാസം ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആശ്വാസത്തെ പകരുന്നവൻ പരിശുദ്ധാത്മാവാണ്. ഇന്ന് ചില ദൈവിക ആലോചനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ മാത്രമേ ഇത് പ്രാവർത്തികമായി തീരത്തുള്ളൂ. സ്തോത്രം. അല്ലെങ്കിൽ ഇത് ബുദ്ധിമണ്ഡലത്തിൽ ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞ് മല്ല് പിടിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദൈവശക്തി നമ്മുടെ മേലെ ഇറങ്ങാൻ തുടങ്ങിയാൽ കാര്യങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങും. സ്തോത്രം. മനസ്സിലാകുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ ശരീരത്തിലൂടെ ദൈവശക്തി ഒഴുകുവാൻ എൻ്റെ ശരീരത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവിനെ ആമേൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുവാൻ അതിന് പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ തയ്യാറാണോ? നമ്മൾ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഈ ദിവസങ്ങളിലും ആത്മാവിൻ്റെ ശക്തി ഈ ദിവസങ്ങൾ എൻ്റെ ശരീരത്തിലൂടെ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ
വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ ഉള്ളിലൂടെ വെളിപ്പെടുന്ന ചില ദൈവ പ്രവൃത്തികൾ കൂടി ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഞായറാഴ്ചകളും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും, താമെ ദൈവത്തെ സ്തുതിക്കും, മടങ്ങിപ്പോകും. വെറും സ്വപ്നം കാണുന്നവരായി മാറാനല്ല ദൈവം കണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കണ്ട സ്വപ്നം, കണ്ട ദർശനം ഈ ദിവസങ്ങൾ ജീവിതത്തിന്റെ മേൽ പൂർത്തീകരണങ്ങളിലേക്ക് വരണമെങ്കിൽ ഇന്ന് ശരീരത്തിൽ നിന്ന് ഏൽപ്പിച്ചിട്ട് വേണം. എൻ്റെ ശരീരത്തിലൂടെ ഒരു ദൈവശക്തിക്കായി ഞാൻ ഏൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, ദൈവത്തിന് ആത്മാവിന്റെ ഒരു നിറവ് എൻ്റെ ജീവിതത്തിന്റെ മേൽ കടന്നു വരണമേ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക ആലോചനകളെ പരിശുദ്ധാത്മാവ് നൽകുവാൻ തക്കവണ്ണം ഇടയാകും. യോസേഫിനെ ദിവ്യ ജ്ഞാനമുള്ളവനാക്കി മാറ്റിയ ദൈവം അവൻ യേശു ക്രിസ്തുവിലൂടെ ഒഴുകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ 2 പത്രോസിൻ്റെ ലേഖനം 1:3 പറയുകയാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ പറയുകയാണ്, യേശുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായി കിടക്കുന്നു. ഈ വചനത്തിൻ്റെ പൊരുൾ പലർക്കും തരംതിരിച്ച് കിട്ടുന്നില്ല. പല ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ വരാതെ കിടക്കുന്ന അനേകർക്ക് ഈ ദൈവിക സത്യം വെളിപ്പെട്ടിട്ടില്ല. 2 കൊരിന്ത്യർ 4:3 അവിടെ പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അതിനെ മറഞ്ഞിരിക്കുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം നമ്മുടെ ശക്തി കൊണ്ട് ഒരിക്കലും വെളിപ്പെടുത്തി. സുവിശേഷം സിമ്പിളാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഒന്ന് കേൾക്കുകയും വായിക്കുകയും ചെയ്താൽ ഏത് സമയത്തും രക്ഷിക്കപ്പെടാമെന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ ദൈവം പുസ്തകത്തിനകത്ത് എഴുതി ദൈവകരങ്ങളിലേക്ക് മനുഷ്യൻ്റെ കരങ്ങളിൽ കൊടുത്തു. പക്ഷേ ഇത് വായിച്ചിട്ടും മനുഷ്യന് വായിക്കാൻ ഫസ്റ്റ് തയ്യാറാകുന്നില്ല, കേൾക്കുവാൻ തയ്യാറാകുന്നില്ല, വായിച്ചാൽ മനസ്സിലാകുന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് എഴുതിയത് അതിൻ്റെ ലേഖനകർത്താവ് അകത്ത് കിടക്കുക. ഈ ലേഖനകർത്താവ് അകത്തുണ്ടെങ്കിൽ സ്തോത്രം ഇത് എഴുതിയത് പരിശുദ്ധാത്മാവല്ലേ മോനെ, സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഇന്ന് ഒരുപാട് വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവിക വചനം കരങ്ങളുണ്ടെങ്കിലും വചനത്തിൻ്റെ വെളിപ്പാടകത്ത് കത്തുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിന് മേലെ കടന്നു വരുമ്പോഴാണ് എനിക്കിത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. ഞാനിത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എന്ത് പുസ്തകമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഇത്രയേ ഉള്ളൂന്ന് ഓർത്തു. ആമേൻ. പക്ഷേ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം എന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് 2-3 വാക്കുകൾ അവൻ വായിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ജീവനും ഭക്തിക്കും വേണ്ടു നോക്കുകയും ആ പുസ്തകത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങും. സ്തോത്രം. കാരണം ഈ വിശ്വാസത്തിനകത്ത് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ വചനത്തെ വെളിപ്പെടുത്താതെ അതിനെതിരെ തടസ്സമായി നിൽക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നുണ്ട്. അതാണ് അതിനെ തടയുന്നത്. അത് യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവസഭയിൽ ദൈവരാമൻ ഈ ദിവസങ്ങൾ വിശ്വാസത്തിൽ കടന്നു വന്നു. പക്ഷെ ദൈവവചനം ധ്യാനിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഏൽപ്പിക്കുക. എൻ്റെ മൂടുപടമങ്ങൾ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ദൈവിക വെളിപ്പാട് കർത്താവേ എൻ്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞമേ, വചനത്തിന് വേണ്ടി ഒരു ദാഹം എൻ്റെ ഉള്ളിലേക്ക് ദൈവമേ എന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. അല്ലെങ്കിൽ പൗലോസിന്റെ ജീവിതത്തിൽ അവൻ ഈ വചനത്തിന്റെ വെളിപ്പാട് കിട്ടാതിരുന്നപ്പോൾ
അനന്യാസ് പൗലോസിന്റെ മേൽ കരങ്ങൾ വെച്ചപ്പോൾ അനന്യാസിന്റെ കരങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു ശൗലായിരിക്കുന്ന പൗലോസിന്റെ മേൽ ദൈവശക്തി കടന്നു വന്നപ്പോൾ കണ്ണിൽ നിന്ന് ചെന്നുമ്പൽ പോലെ എന്തോ താഴോട്ട് പോയി. അകത്തുള്ള കണ്ണിനെ പരിശുദ്ധാത്മാവ് തുറന്നു. പിന്നെ തൊടുന്നതൊക്കെയും വെളിപ്പാടായി മാറി, പിന്നെ വായിക്കുന്നതൊക്കെയും വെളിപ്പാടായി മാറി. പഴയ നിയമ പുസ്തകങ്ങൾക്കുള്ളിൽ അതിനകത്ത് മറഞ്ഞു കിടന്ന ക്രിസ്തു മറുപൊരുളായി വെളിപ്പെടാൻ തുടങ്ങിയെങ്കിൽ അത് അകത്ത് വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവിക അഭിഷേകത്തെ കർത്താവേ എൻ്റെ മേലൊന്ന് പറയണമേ. കർത്താവേ, വെളിപ്പാട് ദൈവവചനത്തിന് വെളിപ്പാട് പിന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനം വായിക്കുന്നുണ്ട്, പക്ഷേ അത് വെളിപ്പെടേണ്ട മണ്ഡലത്തിൽ വെളിപ്പെടുന്നില്ല. ആ വെളിപ്പാട് കിട്ടിയാൽ ജീവിതത്തിൻ്റെ അനവധി വിഷയങ്ങൾക്കുള്ള മറുപടികൾ ആ വെളിപ്പാടിനകത്ത് മറഞ്ഞ് കിടക്കുന്നുണ്ട്. അഭിഷേകമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അഭിഷേകത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് നമ്മുടെ മേൽ. ഈ ദിവസങ്ങളിലും ആ അഭിഷേകം പ്രാപിച്ച സകലവും അറിയുന്ന തിരുവചനം പറയുമ്പോൾ ഇന്ന് ദൈവവചനത്തിന് വേണ്ടി ദാഹം പോയിട്ടുണ്ടെങ്കിൽ ഇന്നൊന്ന് ഏൽപ്പിക്കാൻ നമുക്ക് എത്ര ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ആ വചനത്തിന് വേണ്ടി ദാഹം എൻ്റെ ഉള്ളിൽ നിന്ന് പകരണം. ദൈവസഭയിൽ ദൈവിക വിശ്വാസികൾക്ക് അന്ന് കൃപയില്ലാത്ത ആരും എല്ലാവർക്കും കൃപ ലഭിച്ചിരുന്നു. ദൈവവചനം വ്യക്തമായ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകളാക്കി, അതിൻ്റെ വെളിപ്പാട് പ്രാപിക്കുന്ന ആളുകളാക്കി ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ, ആ ദിവ്യശക്തി ഇന്ന് വചനം സംസാരിക്കുമ്പോൾ ആ വചനം തീയാക്കി മാറ്റാൻ കഴിയുന്നൊരു ദൈവശക്തിയുണ്ട്. ആ ദിവ്യശക്തി പത്രോസിന് മേൽ കടന്നു വന്നപ്പോൾ അന്ന് വരെ പ്രസംഗിച്ച് അനവധി പേരോട് പ്രസംഗിച്ച് അനേകരോട് പറഞ്ഞ പത്രോസിനെ ആ പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്കറിയാം പത്രോസിന്റെ വായിലൂടെ വന്ന വചനത്തെ ദൈവം ആ ദിവ്യശക്തിയാൽ തീയാക്കി മാറ്റി. ഇന്ന് പ്രസംഗിക്കുന്ന ആരുമാകട്ടെ, ഞാനുമാകട്ടെ, ഏതുമാകട്ടെ, ഹല്ലേലൂയ പറയുന്ന വചനത്തെ തീയാക്കി മാറ്റുന്നത് അകത്ത് വ്യാപരിക്കുന്ന ദിവ്യശക്തിയാണ്. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവേ ഞാൻ വാ തുറക്കുമ്പോൾ ലഭിക്കേണ്ട വചനം ഈ ദിവസങ്ങളിൽ ശക്തിയോടെ, ആത്മാവോടെ, ഉദ്ദേശത്തോടെ എൻ്റെ വായിലൂടെ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിലാക്കും. കഴിഞ്ഞ ആളുകൾ വചനത്തിന് വേണ്ടി ദാഹമുണ്ട്, വചനത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ വില കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില ദൈവിക വെളിപ്പാടിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാൻ ഈ ദിവസങ്ങൾ ആവശ്യം, നമുക്ക് ആവശ്യം വെളിപ്പാടാണ്. ആമേൻ, ആമേൻ. ഒരു ഫിലിപ്പോസിന് പുൾപിറ്റില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. അവിടെ ഒരു എത്യോപ്യക്കാരനായ ഒരു ഭണ്ഡാര വിചാരകന്റെ പല്ലക്കിനകത്ത് പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാരെനിക്ക് തെളിയിച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതേ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി, അതിനകത്ത് കയറ്റിയിരുത്തി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുളുകളെ തിരിച്ചു കൊടുക്കുവാൻ തക്ക ഇടയായത് ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാ. ഒരുവൻ്റെ ഉള്ളിൽ വ്യാപരിച്ചാൽ ഇന്ന് വിസ ആവശ്യമില്ല, ഹല്ലേലൂയ, ഫ്ലൈറ്റ് ആവശ്യമില്ല, എടുത്തുകൊണ്ടുപോയി ഇരുത്തേണ്ടത് കൊണ്ട് ഇരുത്താൻ കഴിയുന്ന ഒരു ദൈവശക്തി 2026 ഇന്ന് പകലും ഇതിനകത്ത് വ്യാപരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന എന്നെ എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു ദൈവശക്തിയാണ് പുതിയ നിയമത്തിനകത്ത്. സ്തോത്രം, ഹല്ലേലൂയ. ശക്തിയോടെ, പരിശുദ്ധാത്മാവോടെ, ഉദ്ദേശത്തോടെ ഈ ദിവസങ്ങൾ കടന്നു ചെല്ലുവാൻ തക്ക മഴയാകും. അപ്പോൾ കർത്താവ് അവിടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാൻ ദൈവമിടയാക്കി. പത്രോസ് വചനം പറഞ്ഞപ്പോൾ, സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ ഉദരത്തിലെ മുടന്തനായിരിക്കുന്ന ഒരുവനെ പത്രോസ് തലയെ പോയി പിടിച്ച് കുലുക്കിയില്ല, അവൻ്റെ കാലെ പിടിച്ച് കുലുക്കിയില്ല. പത്രോസ് പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു.
ഹല്ലേലൂയ. വചനത്തിനകത്ത് ശക്തിയുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവവചനം അകത്ത് വ്യാപരിക്കുന്നവന് ഉള്ളിൽ പുറത്തു വരുന്ന വചനത്തിന് ശക്തിയുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ചില ക്രിയകളെ ചെയ്യും. പരിശുദ്ധാത്മാവ് പറഞ്ഞു, സ്വതം ഇവനോട് കൽപ്പിക്കുക. ഇവൻ എഴുന്നേറ്റ് കുതിച്ച് ചാടി അവന് നരിയാണികൾ ഉറച്ച് അവൻ തുള്ളി ചാടി അവൻ ദേവാലയത്തിനകത്ത് കയറ്റി ദൈവത്തിന് അത്ഭുതമാക്കി അവളെ ചുറ്റുവരുന്നവർ അവനെ കാണുവാൻ തക്കവണ്ണം സകലം അറിയുമാറാക്കുന്ന ഒരു ദൈവപ്രവൃത്തി എന്നിലൂടെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പൊ വചനത്തിനകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് അകത്ത് വ്യാപരിക്കുന്ന ദിവ്യ ശക്തി പുറത്തോട്ട് ഒഴുകുമ്പോഴാണ്. ആമേൻ. പത്രോസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രസ്താവിക്കുമ്പോൾ തന്നെ ആമേൻ തിരുവചനം പറയുന്നു. ഈ പത്രോസിന്റെ കാര്യം നമ്മൾ പറയുന്നപ്പോൾ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. സ്തോത്രം. പത്രോസ് വചനം പറഞ്ഞപ്പം പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് വചനം പറഞ്ഞപ്പോൾ അവൻ്റെ നരിയാണികൾ ഉറച്ചു, അവൻ്റെ കാലുകൾക്ക് സൗഖ്യം വന്നു. പത്രോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അകത്ത് വ്യാപരിച്ച ദിവ്യശക്തി ഉണ്ടായതുകൊണ്ട് ഹൃദയത്തിൽ കുത്തേറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും രക്ഷിക്കപ്പെടണമെന്ന് പറയാത്ത ചിലര് ഈ ദിവസങ്ങൾ കുടുംബത്തിനകത്ത് ആമേൻ ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കുവാൻ തക്കമാണ് ഒരു ദൈവശക്തി ദൈവസഭയുടെ ദൈവം ഫലേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അനേകരോട് സുവിശേഷം പറഞ്ഞിട്ടും കേൾക്കാതിരിക്കുമ്പോൾ ഇന്ന് അവരുടെ കുഴപ്പമല്ല, ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കുഴപ്പമാണ്. എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ കുറവാണ്. ഹല്ലേലൂയ. അത് ഞാൻ പറയുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്നവർ പറയുന്നത് എനിക്കതില്ല. ഞാൻ പറഞ്ഞ കർത്താവ്, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ കുറവുകൊണ്ടാണ് പുറത്തുള്ള സുവിശേഷം കേൾക്കാത്തത്. ഹല്ലേലൂയ. പറയേണ്ടവണ്ണം ശക്തിയോടെ പറഞ്ഞാൽ ഹല്ലേലൂയ. മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് മാനിഫെസ്റ്റ് ചെയ്താൽ ആമേൻ സ്വന്തം മുഴങ്കാലം മടക്കണോ ദൈവസന്നിധിയിൽ ഒന്ന് മുഴങ്കാലം മടക്കും. ഹല്ലേലൂയ. അതിനാവശ്യം ശക്തിയാ. അതിനാവശ്യം അകത്ത് വ്യാപരിക്കുന്ന ശക്തിയാ. പുറമെ എന്തൊക്കെ ശക്തി കാണിച്ചാലും അകത്ത് ശക്തി ഇല്ലാത്തവന്റെ ശക്തി ആമേൻ വൃഥാവായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ആ ശക്തിക്ക് വേണ്ടി എത്ര വന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ മേൽ ആ ശക്തി അയക്കണമേ. എനിക്ക് വചനം പറയാനുള്ള കൃപ തരണമേ. ആ വെളിപ്പാട് എൻ്റെ മേൽ ഭരണമേ. ആമേൻ. പറയേണ്ടവണ്ണം പറയുവാൻ ആമേൻ. കർത്താവേ, എനിക്ക് ആവശ്യമായ ജ്ഞാനവും പരിജ്ഞാനവും ഞാൻ എൻ്റെ മേൽ ഭരണമേ. ചില വിഷയങ്ങൾ സംസാരിക്കാൻ പലപ്പോഴും ഞാൻ ആമേൻ കഴിയാതിരിക്കുമ്പോൾ ആ സംസാരിക്കാനുള്ള പരിജ്ഞാനത്തെ പരിശുദ്ധാത്മാവ് പകരുകയാണ്. അപ്പോൾ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമ്മുടെ മേൽ ഭരിക്കുന്നത്. ആമേൻ. തിമോത്തിയോസിൻ്റെ ജീവിതത്തിൻ്റെ മേൽ വ്യാപരിച്ചൊരു ഭയത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. ആ ഭയത്തിൻ്റെ ആത്മാവ് തിമോത്തിയോസിനെ സുവിശേഷ വേല ചെയ്യുന്നില്ലെന്നും തിമോത്തിയോസിനെ തടഞ്ഞിരുന്നു. ആ ഭയം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിന്റെ മേൽ കയ്യൊപ്പിനാൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ ആമേൻ. ആ ഭയം വിട്ടുമാറുവാൻ തക്കവണ്ണം എവിടെയാകണമെങ്കിൽ ഭീരുത്വത്തിൻ്റെ ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും, ശ്രദ്ധിക്കണം, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ്. ശക്തിയുടെ ആത്മാവ് വിശ്വസിക്കുന്ന എത്ര പറയും? നമുക്ക് ഒരുമിച്ച് പറയാം, എൻ്റെ മേൽ പകരപ്പെടുന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്. എൻ്റെ മേൽ പകരപ്പെടുന്ന ആത്മാവ് ഹല്ലേലൂയ ഭയത്തിൻ്റെ ആത്മാവല്ല. സവരെ കൈകരം കൊടുത്ത് പറ, എൻ്റെ മേൽ പകരപ്പെടുന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്. ഹല്ലേലൂയ. ഭയപ്പെടുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഉടബല പാരമ്പര്യമായി കടന്നു വരുന്ന ഭയത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് അഴിയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആമേൻ പല വിധത്തിലുള്ള സംശയങ്ങളും ഭയങ്ങളും ഡിപ്രഷൻ കൊണ്ടിരുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം, ഡിപ്രഷൻ്റെ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ശാസിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് ആത്മാവിൽ ആരാധിച്ചിട്ട് മടങ്ങിപ്പോകുക. പക്ഷേ അല്പം കഴിയുമ്പോൾ ഒരു ഡിപ്രഷൻ ആമേൻ ഹൃദയത്തിലേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ കാലങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ഡിപ്രഷൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. In the name of Jesus. അകത്ത് വലിയ ദിവ്യശക്തിക്ക് ഏതിനെയും ജയമെടുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒറ്റമൂലി തന്നെയാണ് ഈ ദിവ്യശക്തി. ഇതിനകത്ത് സകല രോഗത്തിനുമുള്ള ആമേൻ ആമേൻ അതേ സ്തോത്രം മരുന്ന് ഇതിനകത്ത് കിടപ്പുണ്ട്. മാനസിക രോഗങ്ങളെ ആമേൻ സൗഖ്യമാക്കുവാൻ ഈ ശക്തിക്കകത്ത് അടങ്ങിക്കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഭയമുള്ളൊരു മനുഷ്യനായിരുന്നു പത്രോസ്. ആമേൻ. അകാരണമായ ഭയത്തെ ഉള്ളിൽ പേറിയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ആമേൻ കർത്താവ് പത്രോസിനെ ഭയമില്ലാത്തവനാക്കി മാറ്റി. ഹല്ലേലൂയ.
ഇന്ന് പ്രത്യാശയില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന പ്രത്യാശ നൽകും. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ് ഞാൻ വെറും കർത്താവ് പറഞ്ഞ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അപ്പോൾ ഈ ശക്തി നമ്മളിലൂടെ ഒഴുകിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഒഴുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഇരുട്ടിൻ്റെ വ്യാപാരം ശ്രമിക്കും. കാരണം ഈ ആത്മാവിൻ്റെ ശക്തി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഞായറാഴ്ചകളിൽ മാത്രം നമ്മുടെ മേൽ ഇരുന്നിട്ട് അടുത്ത ഞായറാഴ്ച വീണ്ടും നമ്മുടെ ഉള്ളിൽ കയറുന്നതല്ല പരിശുദ്ധി ആത്മാവ്. ഞായറാഴ്ച അകത്ത് വരുന്ന ആത്മാവ് അടുത്ത ഞായറാഴ്ച ഉള്ളിൽ നിന്ന് പോകാതെ സൂക്ഷിപ്പാൻ ഉള്ള കൃപ എനിക്ക് തരണമെന്ന് എത്ര പേരെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുകൊണ്ടാണ് ദിവ്യശക്തി ഞായറാഴ്ച പകരുന്ന ശക്തിയല്ല, ഉപവാസ പ്രാർത്ഥന മാത്രം വെളിപ്പെടുന്ന ശക്തിയല്ല. അത് നിരന്തരമായി 24 മണിക്കൂറും എൻ്റെ കൂടെ നടകൊള്ളുമാറാക്കുന്ന, എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന, എൻ്റെ ശരീരത്തെ ഒരു വിശുദ്ധ മന്ദിരമാക്കി ആമേൻ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഒരു ആലയമാക്കി എൻ്റെ ശരീരത്തെ മാറ്റാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് ഞാനെന്ന് തിരിച്ചറിയുന്നവർ പറയണം. ഇത് ഇരിക്കുന്ന ആത്മാവല്ല, ഇത് നടക്കുന്ന ആമേൻ മന്ദിരമാണ്. ഇത് എവിടെ ചെന്നാലും പ്രകാശം കൊടുക്കും. ഇത് എവിടെ ചെന്നാലും ഇരുട്ടിനെ മാറ്റുന്ന ഒരു ശരീരമായിരിക്കുന്ന മന്ദിരമാണ്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവ് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പൈശാചിക മണ്ഡലങ്ങളിൽ ഇന്ന് പകലിൽ ജയമെടുക്കുകയാണ്. ഞങ്ങൾ ജയമെടുക്കുകയാണ്. വിട്ടുമാറാത്തത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ വിട്ടുമാറണം. ഹല്ലേലൂയ. ദിവ്യശക്തി എന്റെ ഉള്ളിൽ വ്യാപരിക്കണം. ശക്തി അഴിഞ്ഞു മാറും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ വി ബ്ലെസ് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ആ മുന്തിരിവള്ളിയോട് പറ്റിയിരിക്കുന്ന ഏത് കൊമ്പിൻ്റെ മേലും അതിലൂടെ ഒഴുകുന്ന ജീവൻ കടന്നു ചെന്ന് അതിനൊരു തളർപ്പ് കൊടുത്തിരിക്കും. അപ്പം കർത്താവുമായിട്ട് നിരന്തരമായൊരു കൂട്ടുബന്ധത്തിലുള്ളവൻ്റെ ജീവിതത്തിലേ തളർപ്പുള്ളൂ. അതിലൂടെ ഒഴുകുന്ന ശക്തി ഒഴുകിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ പതുക്കെ കമ്പ് കരിഞ്ഞു പോകാൻ തുടങ്ങും. കമ്പിനകത്ത് ഫ്രൂട്ടില്ലായിരിക്കും. കർത്താവ് പറയാൻ നിങ്ങൾ ഫലപ്രദമായ മുന്തിരിവള്ളിയാക്കി അതിനകത്ത് കായ്ക്കുന്ന തണ്ടുകളാക്കി ദൈവം മാറ്റും. യു ഷാൽ ബി ഫ്രൂട്ട്ഫുൾ. വിശ്വാസത്തോടെ പറയാം ഞാൻ ഫ്രൂട്ട്ഫുള്ളായി മാറും, ഞാൻ ഫലമുള്ളവനായി മാറും, ഞാൻ ഫലമുള്ളവരായി മാറും. ഏറിയ ഫലങ്ങൾ ഈ ദിവസങ്ങളിൽ എന്നൂടെ പുറത്തു വരും. ഞാൻ ഫലമില്ലാത്തവനല്ല. ദൈവവുമായിട്ട് ഞാൻ കൂട്ടുബന്ധമുണ്ടെങ്കിൽ കർത്താവാകുന്ന തായ്തണ്ടിൻ്റെ മേലാണ് ഞാൻ ചേർന്നിരിക്കുന്നതെങ്കിൽ എന്നിലൂടെ ചില ഫലങ്ങൾ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് പുറത്തു വരും. അത് മാത്രമല്ല സകല ഫലങ്ങളാൽ ദൈവനെ നിറയ്ക്കും. ദൈവ സ്നേഹത്താൽ, ദൈവിക സന്തോഷത്താൽ, ദൈവിക സമാധാനത്താൽ, ദീർഘക്ഷമയാൽ, ദൈവത്തിന് ദയയാൽ, പരോപകാരത്താൽ, വിശ്വസ്തതയാൽ, സൗമ്യത, ഇന്ത്യ ജയം, സകല ഫലങ്ങളും എൻ്റെ മേൽ വെളിപ്പെടും. ഉടഞ്ഞു പോകേണ്ടതായിരുന്നു. പക്ഷേ ഉള്ളിൽ കർത്താവ് പകർന്നിരിക്കുന്ന ദൈവശക്തി അതിനെ കീപ്പ് ചെയ്യാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ, ഹല്ലേലൂയ, ഇന്ന് ശാരീരികം അനുഭവിക്കുന്ന ഏത് കാര്യമാണെങ്കിലും ഇന്ന് നമുക്ക് വിശ്വാസം പറയാൻ കർത്താവേ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ടല്ലോ ഞാൻ വചനത്തിൽ വിരമിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ ദിവസം ഒരു നിറവനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ നിറവ് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിപ്പാൻ നമ്മുടെ ഈ ദിവസങ്ങളിലും ആരാധനയ്ക്ക് നമുക്ക് കുറവ് വരുത്താതെ ദൈവത്തെ ഈ സഭയ്ക്കകത്ത് മാത്രമല്ല, ഞാൻ ഭവനത്തിൽ പോകുമ്പോഴും എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ളിൽ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണ്. പൗലോസും ശീലാസും ജയിലിൽ കിടക്കുമ്പോഴും അവർ പ്രാർത്ഥിച്ചും പാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായപ്പോൾ ജയിലിനകത്തുള്ള പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കൈകളിലെ വിലങ്ങ് മാത്രമല്ല, അടുത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വിലങ്ങും ചങ്ങലയും ദൈവം അഴിച്ചു മാറ്റിയെങ്കിൽ ഭവനത്തിനകത്ത് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ചുറ്റുപാട്
പോരാട്ടങ്ങളുള്ളവരെ ചങ്ങലകളെ അഴിക്കാൻ കഴിയുന്ന ഒരു ദൈവിക നിറവിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ദിവസം നയിക്കും. അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഏൽപ്പിക്കുക. സ്തോത്രം. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥന ആരാധനയായി മാറട്ടെ. എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ളിൽ ആരാധന വെളിപ്പെടട്ടെ. ദൈവശക്തി അതിലൂടെ എന്നിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവിക ആരാധനയായി എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ശിമോനെ, നിന്നെ ഗോതമ്പ് പോലെ മാറ്റേണ്ടത് ശത്രുവിനോട് ചോദിച്ചു. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശിമോനെ, പത്രോസേ, നീ 3 വട്ടം കോഴി 3 വട്ടം തള്ളിപ്പറയും മുമ്പേ കോഴി കൂവുകയില്ല എന്ന് യേശു പറഞ്ഞത് കാരണം പ്രാർത്ഥന കുറഞ്ഞു പോയത് കൊണ്ടാണ്. ശക്തി പോയത് കൊണ്ടാണ്. പ്രാർത്ഥനയ്ക്കകത്ത് ശക്തിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനിൽ പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരു കല്ലേർ ദൂരെ മാറിയിരുന്ന ഉറങ്ങുന്ന 3 പേരുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തതിന് ശേഷം പിന്നെ അവരുടെ ജീവിതത്തിൽ ദൈവം മാറ്റം വരുത്തി. അവരെ പ്രാർത്ഥനാ വീരന്മാരാക്കി ദൈവം മാറ്റി. യേശു പറഞ്ഞു, 1 മണിക്കൂറെങ്കിലും നീ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് പരാജയം വരത്തില്ല എന്ന്. പത്രോസേ, നീ ഒരു പെണ്ണിന്റെ മുമ്പിൽ പോയി നീ ഭയപ്പെടുന്നതിന്റെ കാരണം 1 മണിക്കൂർ പ്രാർത്ഥിച്ചതെങ്കിൽ ചില വിഷയങ്ങൾക്കുള്ള മറുപടികൾ ഓൾറെഡി ദൈവം വിടുതൽ അയച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ശത്രു ഒരുക്കുന്ന പദ്ധതികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ കുറഞ്ഞു പോകാൻ ഇടയാകരുത്. പ്രാർത്ഥിക്കാനുള്ള കൃപ ഈ ദിവസങ്ങൾ ദൈവം പകരും. വിശ്വസിക്കുക. കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ച പോലെ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാനുള്ള ദൈവ കൃപ പ്രിയ സന്നിധാനത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വരട്ടെ. ഹല്ലേലൂയ. ഓ രഖമാന റിഖമാന റിഖമാന. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസഭ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് ഉറങ്ങുകയായിരുന്നു. പക്ഷേ പിന്നീട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പത്രോസിനെ കാണുന്ന ഇന്ന് ദിവസങ്ങളിൽ അന്യഭാഷകളിൽ സ്തോത്രം. നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ അന്യഭാഷകളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന അത്രയും പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് നയിക്കുന്ന തലങ്ങളിൽ ഞാൻ അധികം ദീർഘിപ്പിക്കുമെന്നില്ല. എന്നാൽ പ്രാർത്ഥനാ ജീവിത ദിവസങ്ങളിൽ ആത്മാവിൽ നിറഞ്ഞൊരു പ്രാർത്ഥനയാണ്. ഇന്ന് പ്രേ ഇൻ ദ സ്പിരിറ്റ്. ദൈവത്തിന് ആത്മാവിൻ്റെ ശക്തി, ജഡത്തിലുള്ള പ്രാർത്ഥനയല്ല. നമ്മൾ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച് കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു മാറ്റം വരും. നമ്മുടെ വാക്കുകൾക്കൊരു മാറ്റം വരും. ആത്മാവിൽ നിറഞ്ഞ് നിയന്ത്രിക്കപ്പെട്ട് നയിക്കുന്നൊരു പ്രാർത്ഥനയായി മാറും. അതൊരു അന്യഭാഷയായി മാറും. പിന്നെ കരങ്ങളടിച്ച് ചില ഭാഷകൾ ഭായിലൂടെ ദൈവം തരും. നിർത്തരുത്, പ്രാർത്ഥിച്ചോ. ചില ദൈവിക വിടുതലുകൾ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ഈ ദിവസങ്ങൾ വെളിപ്പെടാതെ കിടക്കുന്ന ചിലത് ഈ ദിവസങ്ങൾ വെളിപ്പെടുന്ന ആളുകളുണ്ട്. ആ ദിവ്യ ശക്തി ഈ ദിവസങ്ങളിൽ പ്രാപിക്കാനായിട്ട് നമ്മുടെ ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവിൽ ആരാധന ഈ ദിവസങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഏത് സമയത്തും കഥാവിൽ പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ ആത്മാവിൽ നിറഞ്ഞ ഒരാൾക്ക് പ്രത്യേകിച്ചൊരു സ്ഥലം വേണ്ട. പരിശുദ്ധാത്മാവ് പറയും, ഉള്ളിൽ വ്യാപരിക്കും. ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് സ്തോത്രം ചില പാട്ടുകളെ തരും. ദൈവത്തിൻ്റെ ആത്മാവ് സ്തുതിഗീതങ്ങളെ തരും നമ്മുടെ ഉള്ളിൽ. അത് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഡ്രൈനസ് കഥാവ് മാറ്റും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ആത്മാവിലുള്ള നടത്തിപ്പിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കഥാവേ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പ്രാപിച്ച ദൈവശക്തി ഈ ദിവസം ഞാൻ കുറഞ്ഞു പോകത്തില്ല. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഇതിലേറെ കൃപയോടെ ദൈവം എന്നെ മടക്കി വരുത്താൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം. ആത്മാവിൽ നിറഞ്ഞ, ആത്മാവിൽ നടത്തപ്പെടുവാൻ, ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഥാവെ ഞങ്ങളെ ഇന്ന് സഹായിക്കണം. ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി ഈ ദിവസങ്ങൾ കഥാവെ അത് പുറത്തു വരുന്ന ആളുകളാക്കി ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏൽപ്പിച്ചു കൊടുക്കും. പുതിയ സന്തോഷം പകരണമേ, പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ, പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ, പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഈ
ദുഷ്ടലോകത്തിൻ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ, ഈ ദുഷ്ടലോകത്തിൻ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ, വരുമടലിൽ ജയം പ്രാപിക്കുവാൻ അമിത ബലമുടനമേ. വരുമടലിൽ ജയം പ്രാപിക്കുവാൻ അമിത ബലം തരണേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ, പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. ദീപങ്ങളായി അനുദിനമെരിഞ്ഞു ശോഭിക്കുവാൻ, ഘോരാന്ത താമസിൽ ദീപങ്ങളായി അനുദിനമെരിഞ്ഞു ശോഭിക്കുവാൻ അഗ്നിയിൽ അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹമരുളണമേ. അഗ്നിയിൽ അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹമരുളണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. ആമേൻ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ, പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. താമസിലും ദീപങ്ങളാൽ അനുദിനമെരിഞ്ഞു ശോഭിക്കുവാൻ, ഘോരാന്ത താമസിലും ദീപങ്ങളായി അനുദിനമെരിഞ്ഞു ശോഭിക്കുവാൻ അഗ്നിയിൽ അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹമരുളണമേ. അഗ്നിയിൽ അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹമരുളണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ, പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. സകലവും നിനക്കായി കീഴ്പ്പെടുത്താൻ കഴിയും നിൻ വ്യാപാര ശക്തിനാൽ, സകലവും നിനക്കായി കീഴ്പ്പെടുത്താൻ കഴിയും നിൻ വ്യാപാര ശക്തിനാൽ. ആശയതും മനുഷ്യരം മഹത്വമതാക്കണമേ. ഉദാശയമുള്ള മനുഷ്യരം മഹത്വമതാക്കണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ, പരിശുദ്ധാത്മ നിറവിനതാൽ അടയാളങ്ങൾ തിരുനാമത്തിൽ നടന്നിടുവാൻ, അത്ഭുതങ്ങൾ ദിനമടയാളങ്ങൾ തിരുനാമത്തിൽ നടന്നിടുവാൻ. ആത്മവരങ്ങൾ ചൊരിയണമേ. സഭയെ നീ ഉണർത്തണമേ. ആത്മവരങ്ങൾ ചൊരിയണമേ. സഭയെ നീ ഉണർത്തണമേ. ആത്മവരങ്ങൾ ചൊരിയണമേ. സഭയെ നീ ഉണർത്തണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം, പുതിയ എണ്ണ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനതാൽ
തിരുഹിതം ചെയ്യുവാൻ. ഓ മഹത്വത്തിൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ സിയോനിൽ തീർത്തു പ്രിയൻ. മഹത്വത്തിൻ തേജസ്സിൽ ഓ നോടിയിടയിൽ ദൈവശക്തിയിനാൽ മറുരൂപമാകുന്ന ഓ നോടിയിടയിൽ ദൈവശക്തിയാൽ മറുരൂപമാകും. നോടിയിടയിൽ ആമേൻ ആമേൻ. നോടിയിടയിൽ ദൈവ കണ്ണുവെക്കുന്ന മാത്രയിൽ മറുരൂപമാകുമേ നമ്മൾ പുതിയ കൃപ പുതിയ സന്തോഷം പകരണമേ. ഓ പുതിയ ശക്തി പുതിയ കൃപ പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഓ പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് അവിടുത്തെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. തൻ്റെ ശിഷ്യന്മാർ മടങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ തിരുവചനം പറയുന്നല്ലോ, അവർ മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി യെരൂശലേമിൽ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് ആ ദൈവശക്തിയെ പ്രാപിച്ചതുപോലെ ഈ ദിവസങ്ങളിലും കർത്താവ് ഈ സമയം നിങ്ങളെ കരം വെച്ച് ആശീർവദിച്ച് മടക്കി അയക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ പിരിഞ്ഞു പോകുന്നെങ്കിലും കർത്താവ് അവിടുത്തെ പിരിയാത്ത ആ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാവരും കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് പകർന്നതിനായി സ്തോത്രം. ആ സഹായകനായ പരിശുദ്ധാത്മ ഈ ദിവസങ്ങൾ ഉജ്ജ്വലിക്കുന്ന ആളുകളായി മാറുവാൻ അവിടുത്തെ കർത്താവെ ഈ ദിവസങ്ങൾ അവിടുത്തെ സാക്ഷികളായി ഈ ദിവസങ്ങൾ തീരുമാനം തക്കവണ്ണം ഇവിടെയാക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവിടുന്ന് കർത്താവെ കരം വെച്ച് ആശീർവദിച്ച് എല്ലാവരെയും കർത്താവ് ആശീർവദിച്ച് മടക്കി അയക്കുന്നതിനായി സ്തോത്രം. കേൾക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കുടുംബങ്ങളുമായി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തിന് ചാത്തും എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഭൗതിക മണ്ഡലങ്ങൾ, ആത്മീയ മണ്ഡലങ്ങൾ, കർത്താവ് ശുശ്രൂഷ മണ്ഡലങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ക്രൂശിലെ രക്തത്തിൻ്റെ ആ കവനന്റ് ബ്ലഡിൽ കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ശത്രു നോക്കുവാനോ തൊടുവാനോ ഇടയാതാക്കണം. അവിടെ തീമതരായി ഞങ്ങൾക്ക് ചുറ്റുമിരിക്കുന്നതിനായി സ്തോത്രം. ദൂതസഞ്ചയത്തെ ദൈവം പാളയമറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പോക്കിലും പരമിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യം ഈ ദിവസം ഉദിച്ചറിയാൻ ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക വാക്തത്വങ്ങൾ തന്നെ ജീവിതങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുവട്ടെ in the name of Jesus. സകല വാക്തത്വങ്ങളും സകല ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക നന്മകളാലും ദൈവം തന്നെ ജനത്തെ നിറച്ച് വഴി നടത്തുന്നതിനായി സ്തോത്രം. കരങ്ങൾ താഴ്ത്തുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു മരിച്ചു എന്ന് ഉയർപ്പിച്ച ആത്മാവ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് തൻ്റെ ആത്മാവിനെ കൊണ്ട് തന്നെ നമ്മുടെ മർത്തിയ ശരീരങ്ങൾക്ക് ജീവൻ നൽകും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ആമേൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചു മുമ്പ് ഉയർത്തുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ വരവേറ്റുവാൻ ആമേൻ മേഘങ്ങൾ എടുക്കപ്പെടും. എപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ ആശ്വസിപ്പേൻ. അതേ നുടിയിടയിൽ കർത്താവ് ആ ദൈവശക്തിയാൽ ഞങ്ങളെ കർത്താവ് ഈ ദിവസങ്ങളിലും ആമേൻ ആ ദിവ്യശക്തിയാൽ ഞങ്ങളെ കർത്താവ് ഒരു ആമേൻ തേജസ്സുള്ള ശരീരമാക്കി ദൈവം മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. അവിടുത്തെ കൂടെ എപ്പോഴും ആയിരിക്കാൻ തക്കവണ്ണം അത് സാന്നിധ്യം അനുഭവിക്കുന്ന ആളുകളാക്കി പരിശുദ്ധാത്മാവായതിനായി സ്തോത്രം. കരുപിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ആശീർവദിക്കുന്നതിനായി സ്തോത്രം. സ്വർഗ്ഗ ഏകപിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവ പരിശുദ്ധാത്മന്റെ സഹവാസവും സാന്നിധ്യവും ഇവിടെ എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്കും ഇരിക്കുമാറാകട്ടെ. ക്രിസ്തു യേശു മുഖാന്തരം ഇന്നും എന്നേക്കും ജയത്തോടെ തന്നെ നടത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. മാറാനാഥ കർത്താവിന്റെ സമാധാനം ശാലോം നമ്മുടെ കൂടെ എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.